أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ചത്തെ റൂഹുൽ അദബിൻ്റെ ദർസിൽ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളെക്കുറിച്ചായിരുന്നു വിശദീകരിച്ചത്. ഇന്നും അതിൻ്റെ തുടർഭാഗം മറ്റൊരു ഷറഹിൽ നിന്ന് വിശദീകരിക്കാം. ഞാൻ അയച്ച PDF-ൻ്റെ 14-ാമത്തെ പേജ് എടുക്കാം. أخرج أبو داود في اللباس عن سهل بن معاذ بن أنس عن أبيه رضي الله عنه أن رسول الله صلى الله عليه وسلم قال. ഒരു ഹദീസ് മഹാനവറുകൾ കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖല തുആമൻ, ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, സുമ്മ ഖാൽ, അതിനുശേഷം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തുആം, ഈ ഭക്ഷണം എന്നെ കഴിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും, വർസഖനീഹി, അതുപോലെ തന്നെ എനിക്കിത് തന്നവനാണ് സർവസ്തുതിയും, മിൻ ഐലി ഹൗലിൻ മിന്നി വലാ ഖുവ, എൻ്റെ ഒരു ശക്തിയും എൻ്റെ ഒരു ഇടപെടലും ഒന്നുമില്ലാതെ എനിക്ക് ഈ റിസ്ക് തന്ന, എനിക്ക് ഈ ഭക്ഷണം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നർത്ഥം വരുന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ, ഒഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന് അള്ളാഹു പുറത്തു കൊടുക്കും, മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും, വമാ തഅഖർ, അവന് ഇനി വരാനിരിക്കുന്ന എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും. അപ്പം നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ പല അമലുകളും വളരെ എളുപ്പം ചെയ്യാവുന്ന അമലുകളാണ്. ഉദാഹരണത്തിന് ബാങ്കിന് ജവാബ് കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതുപോലെ ബാങ്കിന് ശേഷം റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യും റസൂല എന്ന് ചൊല്ലുന്നതും, ഇതൊക്കെ വളരെ എളുപ്പം നമുക്ക് സ്ഥിരമായി കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു 4-5 സെക്കൻഡ് മാത്രം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുപോലെ നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും തുടങ്ങുന്ന ദിക്ർ, ഇതൊക്കെ നമുക്ക് സ്ഥിരമായി കൊണ്ടെടുക്കാൻ പറ്റുന്ന സിമ്പിളായ കാര്യങ്ങളാണ്. അതൊക്കെ അള്ളാഹു അതിലൂടെയൊക്കെ അള്ളാഹു നമുക്ക് എല്ലാ തെറ്റുകളും പുറത്തു തരും. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ശീലിക്കാൻ പറ്റുന്ന, നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന ഒരമലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തുആം വർസഖനീഹി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇത് നമ്മൾ പറ്റുമെങ്കിലൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ദിക്റും അതിൻ്റെ അർത്ഥമൊക്കെ എഴുതി ഒട്ടിച്ചാൽ നമുക്കത് എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കി ചെല്ലാനും പറ്റും. കുറച്ച് അധികം മനപ്പാടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇനി പ്രയാസം ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ 3-4 പ്രാവശ്യം നമ്മളെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു ശീലമാവും. പിന്നെ നമുക്കത് നോക്കാതെ തന്നെ ചൊല്ലാം, എപ്പോഴും നമ്മൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മളെ ശേഖന്മാരൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു ശീലവും ഉണ്ട്. അവരെ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരുമിച്ച് ചൊല്ലുന്ന രീതി, എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലുന്ന രീതി ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ടെന്നല്ല, ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തുആം വർസഖനീഹി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ. അതുപോലെ തന്നെ നമ്മളിത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കാനും നമ്മളെ ശക്തിയിലും കഴിവിലും അല്ല അതൊന്നും നടന്നത് എന്നുള്ള ബോധത്തിലേക്ക് മടങ്ങാനും അള്ളാഹിൻ്റെ യാഥാർത്ഥ്യങ്ങളിലായി നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇത് ഞാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നുമല്ല. നമുക്ക് തോന്നുമല്ലോ, ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ പൈസ, അതുകൊണ്ടാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് തോന്നുക. പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ പാചകം ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്, അങ്ങനെയാണ് ഭക്ഷണം കിട്ടിയെന്ന് തോന്നുക. എൻ്റേതെന്ന് തോന്നാനുള്ള നമുക്ക് അവിടെ ഒരു നഫ്സും അള്ളാഹുവിൽ നിന്ന് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. അവിടെ നമ്മൾ
മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഇതിലെൻ്റെ ഒരു പങ്കുമില്ല. അപ്പോൾ ഞാൻ പ്രവർത്തിച്ച തന്നെ നീ എനിക്ക് കഴിവ് തന്നുകൊണ്ട് മാത്രമാണ്, നിന്നിലൂടെയാണ് പ്രവർത്തിച്ചത്, നിന്നെ അല്ലാതെ ഞാനിതിലൊന്നും കാണുന്നില്ല എന്ന അവസ്ഥ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ റിമൈൻഡ് ചെയ്യുന്നത് അതും നമ്മൾ ആത്മീയമായ യാത്രക്ക് വലിയ ഉപകാരം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ വിശ്വാസങ്ങൾ പറയാണ്, മൻ ലബിസ സൗബൻ, ആരെങ്കിലും ഒരു വസ്ത്രം അണിഞ്ഞാൽ ഫക്കാല, എന്നിട്ട് പറയാണ് അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അല്ലദി കസാനി ഹാദ സൗബ്, ഈ ഒരു വസ്ത്രം എനിക്ക് എന്നെ അണിയിച്ച് തന്ന, വർസഖനീഹി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഇതെൻ്റെ ഓഹരിയാക്കി തീർത്ത് തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും, ഈ ഓഹരിയാക്കുന്നതിൽ മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എനിക്ക് അതിൽ ഒരു പങ്കുമില്ല, എനിക്കതിലൊരു ശക്തിയുമില്ല, ഞാനതിലൊന്നും ചെയ്തിട്ടില്ല, നീയാണ് എനിക്ക് ഈ വസ്ത്രം എത്തിച്ചു തന്നത്, നിന്നിലൂടെയാണ് ഇത് ഞാൻ ധരിച്ചത് എന്ന് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ വിശ്വാസങ്ങൾ പറയണം, ഒഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങൾക്ക് കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും, മാ താഖർ, ഇനി ശേഷം വരാനിരിക്കുന്ന എല്ലാ തെറ്റുകളും അത് പുറത്തു തരും. എന്ത് സിമ്പിളായി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന, നല്ല വസ്ത്രം ധരിച്ച ശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ചാൽ എന്തായാലും കണ്ണാടിയിലൊക്കെ നോക്കും. അപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കണം, കണ്ണാടിൻ്റെ ഭാഗത്ത് നമ്മളിതൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലതൊന്ന് എഴുതി ഒട്ടിച്ചാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ഇത് നമ്മൾ ചൊല്ലേണ്ടതാണെന്ന്. അപ്പോൾ ചൊല്ലി ഇറങ്ങിയാൽ നമുക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ, ഏതായാലും നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, അണിഞ്ഞൊരുങ്ങുന്നുണ്ട്, ആ ഒരൊറ്റ കാര്യം കൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാ തെറ്റുകളും പുറത്തു തരികയും ചെയ്യും. പിന്നെ ഇനി പറയുന്ന ഭാഗങ്ങളൊക്കെ മുമ്പ് വിശദീകരിച്ചത് തന്നെയാണ്, അതുകൊണ്ട് ഞാനിവിടെ അത് പറയുന്നില്ല. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഈ തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ച ഉണ്ട്. അത് പ്രധാനമായും തസ്ബീഹ് നിസ്കാരത്തെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അത് സ്വഹീഹായിട്ട് വന്നതല്ല, അത് ഒരു കടത്തിക്കൂട്ടി വന്ന വ്യാജമായ ഒരു ഹദീസിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നൊക്കെ. അതങ്ങനെയല്ല. ഒരുപാട് ഉലമാക്കൾ അത് സ്വഹീഹാണെന്നും അധികരിച്ച ഉലമാക്കൾ അത് ഹസനാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വഹീഹല്ല, അത് വിശ്വാസങ്ങളെ മേലിൽ വ്യാജമായി കടത്തിക്കൂട്ടിയെന്ന് പറയുന്ന അവർക്ക് പേവ് സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നതാണ് ഇനിയുള്ള ഭാഗം. അത് കൂടുതൽ ഉലമാക്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അബു അബ്ദുല്ലാഹ് ബിൻ ഹിബ്ബാൻ അൻ ഉമ്മു ഹാനിഇൻ ഔ ഹിന്ദിൻ ഉഖ്തി അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി. വകാനത്ത് തുക്സിറു സിയാമു വസ്സദഖ, മഹദി ഒരുപാട് നോമ്പ് നോക്കുമായിരുന്നു, ധാരാളം നോമ്പ് അനുഷ്ഠിക്കുന്നവരും വസദഖ, ധാരാളം സദഖ നൽകുന്നവരുമായിരുന്നു. ഫദഖല അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കൽ അവരുടെ അടുത്തേക്ക് വന്നു. ഫശഖത ഇലൈഹി ലഅഫഹ, അപ്പോൾ ഒരുപാട് നോമ്പനുഷ്ഠിച്ചാൽ എന്താവും, നമുക്ക് ശരീരമൊക്കെ ഇങ്ങനെ ക്ഷീണിക്കുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്ഷീണിക്കുന്ന അവസ്ഥ നോമ്പനുഷ്ഠിച്ചിട്ടൊക്കെ ആകെ ഒരു ക്ഷീണത്തിലാണ് എന്ന് പറയുന്നൊരു അവസ്ഥ, ഒരു പരാതി വിശ്വാസങ്ങൾ ഒരു പരാതിപ്പെട്ടു. ഫക്കാല, അപ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞു, സോ ഉഖ്ബിറുക്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ബിമാ ഹുവ ഇവദും അൻസാലിക്, ഈ ഒരു കഷ്ടപ്പാടിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്ന, അതിന് പകരമാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. തുസബ്ബിഹീൻ അല്ലാഹു മിഅത മറത്തിൻ, എന്താണ്, നിങ്ങൾ തസ്ബീഹ് ചെല്ലണം, സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലണം 100 പ്രാവശ്യം. ഫതിൽക മിസ്ല മിഅത റഖബത്തിൻ തുഅതിഖീനഹ മുതഖബ്ബലത്തിൻ, അങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ 100 അടിമകളെ മോചിപ്പിച്ച് അത് അള്ളാഹു സ്വീകരിക്കുന്നതിന് തുല്യമാവും. വതഹ്മദീന അല്ലാഹു മിഅത മറത്തിൻ, അതുപോലെ നിങ്ങൾ അള്ളാഹുവിന് 100 പ്രാവശ്യം ഹംദ് ചെയ്യണം, അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം പറയണം. ഫതിൽക മിസ്ലു മിഅത ബദനത്തിൻ മുജല്ലലത്തിൻ തഹദീനഹ മുതഖബ്ബലത്തിൻ, അതേതുപോലെയാണ് നല്ല അണിഞ്ഞൊരുക്കപ്പെട്ട നല്ല ഉഷാറുള്ള ഒട്ടകങ്ങളെ മൃഗങ്ങളെ അറുത്ത് അത് ഹദിയായിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. അത്രയും പ്രതിഫലം കിട്ടും 100 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയാൽ. വതകബ്ബിരീന അല്ലാഹു മിഅത മറത്തിൻ, പിന്നെ തക്ബീർ ചൊല്ലലാണ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ് 100 പ്രാവശ്യം.
ഇത് മൂന്നും ചെയ്താൽ യഗ്ഫിറുലക്കി മാ തഖദ്ദമ മിൻ ദംബിക്കി വമാ തഅഖർ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങളുടെ എല്ലാ കഴിഞ്ഞു പോയ തെറ്റുകളും ഇനി വരാനിരിക്കുന്ന എല്ലാ തെറ്റുകളും പുറത്തു തരും. അപ്പോൾ നമുക്ക് ഇതും സിമ്പിളായി ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നതാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. 100 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മളെല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. അഖ്റജ ശൈഖ് അബൂ മൻസൂർ അദ്ദൈലമിയു ഫി മുസ്നദിൽ ഫിർദൗസ് അൻ അനസ് ബിൻ മാലിക് മർഫൂഅൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട്, ഇന്നല്ലാഹ ജഅല ബഹറൻ ഫിന്നൂർ. അല്ലാഹു തആല ഒരു പ്രകാശം കൊണ്ടുള്ള ഒരു സാഗരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. വഹൗലഹു മലായികത്തു മിന്നൂർ. അതിന് ചുറ്റുപാട് മലായിക്കത്തുകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രകാശം കൊണ്ടുള്ള മലായിക്കത്ത്. അലാ ഹൈലിൻ മിന്നൂർ. ആ മലായിക്കത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു കുതിരപ്പുറത്താണ്. ആ കുതിരയും പ്രകാശം കൊണ്ടുള്ള കുതിരയാണ്. ബി ഐദീഹിം ഹിറാബും മിൻ നൂർ. അവരുടെ കയ്യിലൊരു കുന്തണ്ട്, അതും പ്രകാശം കൊണ്ടുള്ളതാണ്. യുസബ്ബിഹൂന ഹൗല ദാലിക്കൽ ബഹർ. അവരിങ്ങനെ ആ സാഗരത്തിനെ ചുറ്റിക്കൊണ്ടിങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ തസ്ബീഹ് ചൊല്ലുന്നത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനദിൽ മുൽഖി വൽ മലകൂത്ത് സുബ്ഹാനദിൽ ഇസ്സതി വൽ ജബറൂത്ത് സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന് ചൊല്ലുന്നുണ്ട്. ഫമൻ ഖാലഹാ ഫി യൗമിൻ മറ. ആരെങ്കിലും ഇത് ഒരു പ്രാവശ്യം ദിവസം ചൊല്ലിയാൽ, ഔ ഫി ഷഹരിൻ മറ, അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം ചൊല്ലിയാൽ, ഔ ഫി സനത്തിൻ, അല്ലെങ്കിൽ അവൻ്റെ ഒരു വർഷത്തിലൊരു പ്രാവശ്യം ചൊല്ലിയാൽ, ഔ ഫി ഉംറത്തിൻ ഉംലിഹി മറ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ചൊല്ലിയാൽ, ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അവൻ്റെ എല്ലാ തെറ്റുകളും, കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തെടുക്കും, ഇനി വരാനിരിക്കുന്നതും പുറത്തെടുക്കും. ഓരോ കാനത്ത് ദുനൂബുഹു മിസ്ല സബദിൽ ബഹർ. നമ്മുടെ തെറ്റുകൾ കടലിലെ നുര പോലെ അത്രയും ആധിക്യമുള്ളതാണെങ്കിലും ശരി. ഔ മിസ്ല റംലി ആലിജ്. വിശാലമായ മരുഭൂമിയിലെ മണൽത്തരികൾക്കത്രയും ഉണ്ടെങ്കിലും ശരി. ഔ ഫറ മിൻ ദഹ്ഫിൻ. അല്ലെങ്കിൽ ഒരു ജിഹാദിൻ്റെ സമയത്ത് യുദ്ധത്തിൻ്റെ വേളയിൽ തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി. കാരണം യുദ്ധത്തിൽ തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ വൻതെറ്റുകൾ പെട്ടതാണ്. അതിൽ തിരിഞ്ഞോടിയവനാണെങ്കിൽ ശരി, ഇത് ചൊല്ലിയാൽ അല്ലാഹു അവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. സുമ്മ ഖാല ഫി റിസാലത്തുൽ കുശൈരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, റവിയ മാലിക് ബിൻ അനസ് ഫിൽ മനാം. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫഖീല ലഹു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅല അല്ലാഹു ബിക. നിങ്ങളെ വിഷയത്തിൽ എന്താണ് അള്ളാഹു ചെയ്തത്? ഫഖാല. അദ്ദേഹം പറഞ്ഞു, അഫറലി. അള്ളാഹു എനിക്ക് പുറത്തു തന്നു. ബി കലിമത്തിൻ കാന യഖൂലുഹ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലിയ ഒരു കലിമ ചൊല്ലിയതിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് പുറത്തു തന്നു. ഇന്ദ റുയത്തുൽ ജനാസനെ കാണുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. അത് ചൊല്ലിയതിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് പുറത്തു തന്നു. എന്താ ദിക്ർ? സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് എന്ന ദിക്ർ ചൊല്ലിയതിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് പുറത്തു തന്നു എന്ന് പറയാം. പിന്നെ ഖുർആൻ ചിന്തിച്ച് ഖുർആൻ ഓതുന്നത്, അതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥസാരങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഖുർആൻ ഓതുന്നത് നമ്മുടെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കുന്നതാണെന്ന് ഈ ബൈത്ത് പറയുന്നുണ്ട്. അപ്പം അതിനോട് യോജിച്ചൊരു ഹദീസ് പറയണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബി ഫവായിലുൽ ഖുർആൻ, ഖുർആൻ്റെ ഫضലിനെ കുറിച്ച്, ഫവായിദ് തൗഹീദില്ലാഹി തആല ഫി കിതാബി, അവൻ്റെ ആ കിതാബിൽ അള്ളാഹു തൗഹീദിനെ പറ്റി പറഞ്ഞതിൻ്റെ ഫضൽ, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ ഫضൽ ഞാൻ പറഞ്ഞു തരട്ടെ. എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? ഫി സിത്തത്തി വസലാസീന മൗദിയൻ, 36 തവണ അത് പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖുർആനിൽ. അതിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞു തരട്ടെ. മൻ കാലഹ മറത്തൻ വാഹിദത്തൻ, ആരെങ്കിലും ഒരു പ്രാവശ്യം അത് ചൊല്ലിയാൽ, മിൻ ദഹരിഹി, അവൻ്റെ ജീവിതകാലം മുഴുവൻ, മുഖ്ലിസൻ, ഈ ആത്മാർത്ഥതയോടു കൂടിയാണ് ചൊല്ലിയതെങ്കിൽ, ഒഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവൻ്റെ മുൻകഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതായ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുക്കും. അമാ അസർ വമാ അലൻ, അതവൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്തതാണെങ്കിൽ ശരി. അമാ അഖ്ഫ വമാ അബ്ദ,
അവൻ മറച്ചു വെച്ചതും വെളിവാക്കിയതുമാണെങ്കിലും ശരി, അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും. അതായത് ഖുർആനിലുള്ള 36 ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറഞ്ഞാൽ ഖുർആൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓതും പാടുന്ന ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഖുർആനിലൂടെ ഓതാൻ പറ്റുന്നത്. അങ്ങനെ ഖുർആൻ മൊത്തം തീർത്ത് ഇഖ്ലാസോട് കൂടി ഖുർആൻ ഖത്തം തീർത്ത അതിൽ ഈ തൗഹീദിൻ്റെ കലിമ അവൻ ചൊല്ലുകയും ചെയ്താൽ അതുകൊണ്ട് അവൻ അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും. ഈ മറാമുൻ നഖബൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് വലദ് ഷെയ്ഖ് അബ്ദുള്ള തിജാനി മഹാനവറുകളുടെ വിശദീകരണം നോക്കാം. മഹാനവറുകൾ ഇതിന് വലിയ വിശദീകരണം നൽകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ലൈൻ്റെ വിശദീകരണം മാത്രം ഒന്ന് നോക്കാം. വദും അലൽ മുക്കഫറാത്തി ദംബി ആഖാദുഹ സലാത്തു ഹാദൽ ഖുതുബി. അപ്പോൾ നിങ്ങൾ തെറ്റുകൾ പുറപ്പിക്കുന്ന കാര്യങ്ങളിൽ ദായിമാവണം, അത് സ്ഥിരത കൈകൊള്ളണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ മഹാനവറുകൾ ഒരുപാട് തെറ്റ് പുറപ്പിക്കുന്ന അമലുകൾ വിശദീകരിക്കുന്നുണ്ട്. ആഖാദുഹ സലാത്ത് ഹാദൽ ഖുതുബി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുത്തുബിൻ്റെ സലാത്താന്ന് പറയുന്നിടത്ത് ആ കുത്തുബിൻ്റെ മേലിൽ അറിയപ്പെട്ട ഒരുപാട് സലാത്തുകൾ, പ്രധാനമായും സലാത്തുൽ ഫാത്തിഹ്, ജൗഹറത്തുൽ കമാൽ, യാഖൂത്തത്തുൽ ഹഖായിഖ്, അതിനെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഹാദൽ കുത്തുബി എന്ന് പറയുമ്പോൾ കുത്തുബ് എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുത്തുബ് എന്ന് പറഞ്ഞതിൽ സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി തങ്ങളുടെ മക്കാമിലേക്കുള്ളൊരു സൂചന ഉണ്ട്. അപ്പോൾ അതിനെയും വിശദീകരിക്കുന്നുണ്ട്. അത്രയാണ് ഇതിൻ്റെ ഭാഗത്ത് വരുന്നത്. കാല സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഫീ റിസാലത്തിൻ വജ്ജഹഹ ഇലൽ ആമ്മത്തി അഹ്ബാബിഹി, എല്ലാ മുരീദന്മാർക്കും എല്ലാ അഹ്ബാബിങ്ങൾക്കും അയച്ച ഒരു കത്തിൽ. വഹിയ മഷ്ഹൂറത്തും ബി റിസാലത്തു ഷാഫിയ്യ, ആ ഒരു കത്തിന് റിസാലത്തു ഷാഫിയ്യ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു കത്താണത്. ആ കത്ത് ഇങ്ങനെയാണ്: മഅലമു, നിങ്ങളറിയണം, അന്നൽ ബഹ്റ ദുനൂബി ഖദ് തമാ, അന്നൽ ബഹ്റൽ ദുനൂബ്, തെറ്റുകളുടെ സാഗരം, ഖദ് തമാ, അത് അധികരിച്ച് ഇങ്ങനെ കവിഞ്ഞൊഴുകിയിരിക്കുന്നു. തെറ്റുകളുടെ സാഗരം ഒഴുകിയിരിക്കുന്നു. വകസറത്ത് അംവാജുഹു, അതിൻ്റെ തിരമാലകൾ അധികരിച്ചിരിക്കുന്നു. തറാഖമുഹു ദുലുമാതുഹു, അതിനെ കൊണ്ടുള്ള അന്ധകാരങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഹത്ത അജസൽ ഹൽഖു അൻ ഖുറൂജു അൻഹു, എത്രത്തോളം എന്നാൽ സൃഷ്ടികൾക്ക് ആ തെറ്റുകളിൽ നിന്ന് മാറിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ഇല്ലാ സിദ്ദീഖുൻ, തെറ്റുകളിൽ നിന്ന് മാറിക്കാൻ പറ്റുന്ന എല്ലാ സൃഷ്ടികളും മാറിക്കാൻ പറ്റാത്തവരാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒഴിവ് പറയുക കുറച്ച്. ഇല്ലാ സിദ്ദീഖുൻ, സിദ്ദീഖിനൊഴികെ, ഒരു സിദ്ദീഖായ, അതായത് അള്ളാഹുവിൻ്റെ ആരിഫായി അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ ഉറച്ചു നിൽക്കുന്ന അനങ്ങാത്ത ഒരു മനുഷ്യൻ, അവരാണ് സിദ്ദീഖ് എന്ന് പറയാം. ആ സിദ്ദീഖായ മനുഷ്യനൊഴികെ അവർക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഔ ഷേഖുൻ വാസിൽ, അല്ലെങ്കിൽ അള്ളാഹുവിലെത്തിച്ചേർന്ന അള്ളാഹുവിലേക്ക് മാർഗദർശനം ചെയ്യുന്ന ഒരു ഷെയ്ഖിനൊഴികെ അവർക്കും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഔ മൈ യുകാരിബു മക്കാമുഹു, അല്ലെങ്കിൽ അവരുടെ മക്കാമിനോട് അടുത്ത് നിൽക്കുന്നവർ, സിദ്ദീഖായിട്ടില്ല പക്ഷെ സിദ്ദീഖിലേക്ക് ചേരുന്നവർ, ഷെയ്ഖുൽ വാസിലായിട്ടില്ല പക്ഷെ അതിലേക്ക് എത്താൻ നോക്കുന്നവർ, അവർക്കും തെറ്റിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഔ മൻ ജസ്ബത്തുഹു ഇനായത്തൻ, അല്ലെങ്കിൽ അള്ളാഹു അവരെങ്ങനെ അവൻ്റെ മഹബത്തിലേക്കും അവനിലേക്കും ഇങ്ങനെ ഒരൊറ്റ പിടുത്തം പിടിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു ഹൃദയത്തെ ജദ്ബിലൂടെ അങ്ങനെ ഒരു എപ്പോഴും ആ അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ ഉന്മാദത്തിലായി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊരു ബോധമില്ലാതെ അള്ളാഹുവിൻ്റെ മഹബത്തിൽ ലയിച്ചു പോയവർ, അവർക്കും ഈ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇവരല്ലാത്തവർ, വമാ ആദഹ ഉല, ഇവരൊഴികെയുള്ള ബാക്കിയുള്ളവർ, ഫഖദ് തമക്കനൽ അജുസു ഫീഹിം, അവർക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം, അൻ ഹുറൂജു മിന ദുനൂബ്, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഉള്ള കാര്യം സാധ്യമല്ല എന്നുള്ളത് അവരെ മുകളിൽ പിടിമുറുക്കിയിരിക്കുന്നു, അവരതിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു സിദ്ദീഖോ ഒരു ഷെയ്ഖോ അല്ലെങ്കിൽ അവരുടെ മക്കാമിലേക്ക് അടുത്ത് വന്നവരോ അല്ലെങ്കിൽ ജദ്ബിലൂടെ സഞ്ചരിക്കുന്നവരോ, ഇവരല്ലാത്ത എല്ലാവർക്കും തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് അവരെ മുകളിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു മക്കാമായിരിക്കുന്നു. ഇവിടെ ഷെയ്ഖുകൾ പറയുന്നത്, സയ്യിദ്നാ ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങൾ പറയുന്നത്, സിദ്ദീഖ്, ഒരു വാസിലായ ഷെയ്ഖ്,
അവരുടെ അടുത്ത ആൾ അല്ലെങ്കിൽ ഒരു ജദ്ബിലേക്ക് ജദ്ബ് കൊണ്ട് അള്ളാഹു പിടികൂടിയ മനുഷ്യന്മാർ, അവരല്ലാത്ത എല്ലാവരും അവർക്കൊരു മക്കാമ് എത്തിയിട്ടുണ്ട്. ഏതാണ് ആ മക്കാമ്? തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കൂല. അങ്ങനത്തെ ഒരു മക്കാമിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം അഹമ്മദ് തിജാൻ തങ്ങളുടെ കാലഘട്ടത്തിലാണ് പറയുന്നത് നോക്കണം. അതായത് ഏകദേശം 250ഓളം വർഷം മുമ്പ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഈ മക്കാമിൽ ചിലപ്പോൾ മനുഷ്യന്മാർ ഓരോരുത്തരും കുത്തുബാനിയത്തിലെത്തിയിട്ടുണ്ടാവും. കാരണം അത്രയും അള്ളാഹുവിൽ നിന്ന് അകലുന്ന അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം കമ്പയർ ചെയ്യുമ്പോൾ എത്ര മോശമായിട്ടുണ്ട് നമ്മുടെ ലോകം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പരിഗണനയിൽ എടുക്കണം. എപ്പോഴും ആളുകളെ നമ്മൾ വിമർശിക്കുമ്പോൾ, ആളുകളെ കൊച്ചാക്കുമ്പോൾ, ആളുകളെ തെറ്റുകൾക്ക് മേലിൽ ബന്ധങ്ങൾ വേർപ്പെടുത്തുമ്പോൾ, ഭാര്യ ഭർത്താവുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, അയൽപ്പക്കക്കാരുമായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ ഈ തെറ്റുകളെ മേലിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ മുറിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ മനുഷ്യന്മാരെ മുകളിൽ സ്ഥിരമായി സ്ഥാപിക്കപ്പെട്ട ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞ ആൾ സിദ്ദീഖാണോ, ഷെയ്ഖാണോ, അല്ലെങ്കിൽ അതിനോട് അടുത്ത മനുഷ്യനാണോ, അല്ലെങ്കിൽ ജദ്ബ് കൊണ്ട് പിടികൂടിയവനാണോ, അല്ലേ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളൊക്കെ ആ അവസ്ഥയിൽ തന്നെയാണ്. അല്ലാഹു കാക്കട്ടെ. ഫഹൈസു കാന അംറു ഹാദ ബി ഖളാഇ മൗലാന അസ്സ വജൽ. അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം, ഖളാ പ്രകാരം ഇതാണ് അള്ളാഹിൻ്റെ തീരുമാനം നടപ്പിലായത്. ഇങ്ങനെയാണ് സംഭവം. എങ്കിലും ഫയസ്തഇല്ലുൽ ആഖിൽ, ഒരു ബുദ്ധിയുള്ള ആൾ അവൻ മുഴുകണം. ബാദ തസ്ഹീഹിൽ ഫർദിഹി, അവൻ ഫർദ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ മുഴുകണം. ബി മുഖഫറാത്ത് ദുനൂബ്, തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ ചെയ്യുന്നതിൽ. അപ്പോൾ ഇതാണ് കാര്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമുക്ക് തെറ്റൊന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയുള്ള ആൾ എന്താ ചെയ്യുക? ആ ബുദ്ധിയുള്ള ആൾ മുഴുകേണ്ടത് എന്താ? ബാദ തസ്ഹീഹിൽ ഫർദിഹി, അവൻ്റെ ഫർദായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? മുഖഫറാത്ത് ദുനൂബ്, തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ ചെയ്യലാണ്. വഹിയ കസീറത്തുൻ ബിഹംദില്ലാഹി തആല, അൽഹംദുലില്ലാ, അത് ഒരുപാടുണ്ട്. ഫഇന്ന മനിസ്തഅല ബിഹാ, കാരണം ആരെങ്കിലും അതിൽ മുഴുകിയാൽ, മാ കസറത്ത് ദംബി ദുനൂബിഹി, അവൻ്റെ തെറ്റുകൾ വർദ്ധിക്കുന്നതോടുകൂടി തന്നെ. അതായത് അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എന്നാലും ആ തെറ്റുകൾ ചെയ്യുന്നതോടൊപ്പം തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളും ചെയ്യുന്നുണ്ടെങ്കിൽ, ഫഇന്ന മനിസ്തഅല ബിഹ, ആരെങ്കിലും ഈ കാര്യങ്ങളിൽ മുഴുകിയാൽ, മാ കസറത്ത് ദുനൂബിഹി, അവൻ്റെ തെറ്റുകൾ അധികരിച്ചതോടൊപ്പം, ബാദ ഇൻഫാദിൽ മജ്ഹൂദി ഫീ മുദാഫഅതിഹാ മാ അംകന, അവന് പറ്റുന്ന പോലെ ഈ തെറ്റുകൾ ഒഴിവാക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും അവൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ആളുകൾക്കും ഈ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിക്ക് ഒരു പരിധിയുണ്ട്. അവൻ പരമാവധി തെറ്റുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും തെറ്റുകളൊക്കെ വന്നു പോകുന്നു. അതിൻ്റെ കുറേ തെറ്റുകൾ ഉണ്ടേനും. എന്നാൽ ആ ഒരു മനുഷ്യൻ ആ തെറ്റുകൾ ചെയ്യുന്നതോടൊപ്പം ഈ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ മുഴുകിയാൽ, അപ്പോൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ മുഴുകുന്നതോടൊപ്പം തന്നെ ആ മനുഷ്യൻ ചെയ്യേണ്ട ഒരു പ്രവർത്തനം പരമാവധി തെറ്റിൽ നിന്ന് മാറിക്കാൻ തന്നെയാണ്. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാതെ ഇത് ചെയ്യരുത്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഇതും ചെയ്യണം, രണ്ടും. അപ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനുഷ്യൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ അവന് പറ്റുള്ളൂ, അവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അവൻ്റെ ദർജക്കനുസരിച്ച്. ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യണം? അവന് ഈ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ ആശ്രയിക്കണം. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തഹഫ അൻഹു മുഅനത്തദ്ദുനൂബ്, തെറ്റുകൾ കൊണ്ട് അവനുണ്ടാവുന്ന ഭാരം അവന് ലഘൂകരിക്കപ്പെടും. ഈ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമൽ ചെയ്താൽ തെറ്റുകൾ കൊണ്ടുണ്ടാവുന്ന ഭാരം അവന് ലഘൂകരിക്കപ്പെടും. തെറ്റുകൾ കൊണ്ട് ദുനിയാവിലും ആളുകൾക്ക് ഭാരം ചുമക്കേണ്ടി വരും, ആഖിറത്തിലും ഭാരം ചുമക്കേണ്ടി വരും. ആ ഭാരം അവന് ലഘൂകരിക്കപ്പെടും. അവ ഖൈറുൻ, അതവന് ഖൈറാണ്. മിനല്ലദീന യഖ്തഹിമുദ്ദുനൂബ വലാ യാതി ബിമുഖഫിറാത്തിഹ, എന്നാൽ അത് ഖൈറാണ് വേറൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ. അയാൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്,
പക്ഷേ ആ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളൊന്നും ചെയ്യുന്നില്ല. അയാളെക്കാൾ എത്രയോ നല്ല ആളാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടും ആ തെറ്റുകൾ സംഭവിക്കുന്നതോട് കൂടി തന്നെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളും ചെയ്യുന്നവൻ. ഖാല അല്ലാഹു തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, തീർച്ചയായും ഹസനാത്തുകൾ, നന്മകൾ, യുദ്ഹിബുന സയ്യിആത്ത്, അത് തിന്മകളെ മായ്ച്ചു കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് തെറ്റിങ്ങനെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അവന് തെറ്റ് പൊറുപ്പിക്കുന്ന അമലൊന്നും ചെയ്യുന്നില്ല. അവനേക്കാൾ എത്രയോ നല്ല ആളാണ്, അതേ തെറ്റുകൾ തന്നെ ചെയ്യുന്ന, എന്നാൽ ആ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ ചെയ്യുന്ന ആൾ. അൻ അബീദർ അൻ ജുന്ദുബി ഇബ്നു ജുനാദ വ അബി അബ്ദുറഹ്മാൻ അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. വത്ബഇൽ സയ്യിആത്ത് അൽ ഹസനാത്ത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു തെറ്റ് ചെയ്താൽ അതിന് തുടരെ തന്നെ ഒരു ഹസനാത്ത്, ഒരു നന്മ ചെയ്യണം. തംഹുഹ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ തെറ്റിനത് മായ്ച്ചു കളയും. നിങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന് തുടരെ തന്നെ നിങ്ങൾ നന്മയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ആ തെറ്റിന് ആ നന്മ മായ്ച്ചു കളയും എന്ന് റസൂൽ പറയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ബിൻ അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾ നന്മയും ചെയ്യാൻ ശ്രമിക്കണം എന്ന്. കാരണം ആ സ്ഥലത്തിൻ്റെ ആ സ്ഥലത്ത് വെച്ച് നിങ്ങൾ തിന്മ ചെയ്തതിൻ്റെ അന്ധകാരം ഈ നന്മ ചെയ്തതിൻ്റെ പ്രകാശം കൊണ്ട് മായ്ക്കപ്പെടും എന്ന് പറയുന്ന ഒരു ആശയം വരുന്ന ഒരു കൗല് മഹാനുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞതിൻ്റെ ആശയത്തിൽ നിന്നാണ് അതൊക്കെ പറയുന്നത്. റസൂൽ പറഞ്ഞാൽ തന്നെയാണ് ഇത്തബിയു സയ്യിആത്ത അൽ ഹസന, നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അതിനെ തുടരെ തന്നെ ഒരു ഹസനത്ത് ചെയ്യണം. അപ്പോൾ നമുക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ കുറേ ഉദ്ദേശിക്കുന്നു, ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, കുറേ നന്മ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, തെറ്റുകൾ ചെയ്യരുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും, പക്ഷേ അത് പറ്റണമെന്നില്ല. നമ്മൾ നാളെ തഹജ്ജുദ് എണീക്കും, ദിക്ർ ചൊല്ലും, അന്ന് അങ്ങനാക്കും ഇങ്ങനാക്കും എന്ന് വിചാരിക്കും. ചിലപ്പോൾ സുബഹി ഖളായിട്ടായിട്ട് എണീക്കുണ്ടാവുക. ഇന്ന് പോയി, എൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കല്ല വേണ്ടത്. ആ സമയത്ത് എന്ത് ചെയ്യണം, തബിയു സയ്യിആത്തുൽ ഹസന, അതിന് തൊട്ട് ശേഷം നമ്മൾ ഹസനത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ വേഗം സുബഹി ഖളാ വിട്ടുക, ഉടനെ തന്നെ ഒരു 100 സലാത്തുൽ ഫാത്തിഹ ചെല്ലുക, അല്ലെങ്കിൽ 300 സലാത്തുൽ ഫാത്തിഹ ചെല്ലുക, അല്ലെങ്കിൽ മുസബ്ബാത്തുൽ അശ്ർ ചെല്ലുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊല്ലി, അല്ലെങ്കിൽ ആ പാവങ്ങൾക്ക് സദക്ക ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഖിദ്മത്ത് പണികളിൽ ഏർപ്പെടുക, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആരെങ്കിലും നല്ല മനുഷ്യന്മാരോട് പുഞ്ചിരിക്കുകയും ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ അത് മയക്കപ്പെടും. അതുപോലെ തന്നെ നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ ചെയ്യരുതെന്ന് വിചാരിച്ചാൽ തെറ്റ് ചെയ്ത് സംഭവിച്ചു പോയി. അങ്ങനെ ചെയ്താൽ എന്താ ചെയ്യേണ്ടത്, പെട്ടെന്ന് പൊറുപ്പിക്കുന്ന നമ്മൾ ചെയ്യുക. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. ഈ കാലഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ അതിനെപ്പറ്റി എന്തിനാ അത്ഭുതപ്പെടുന്നത്? നമുക്ക് സാധിക്കാത്തത് അത്ഭുതമൊന്നല്ല. കാരണം എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ അവസ്ഥ. നമ്മൾ സിദ്ദീഖിൻ്റെ പദവിയിലൊന്നും എത്തിയിട്ടില്ലല്ലോ, നമ്മൾ ഷെയ്ഖൊന്നല്ലല്ലോ. അപ്പം നമുക്ക് തെറ്റ് സംഭവിക്കും. അള്ളാഹനെ അറിഞ്ഞാൽ വരെ തെറ്റ് സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ നമ്മൾ നന്മകൾ വർദ്ധിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുപ്പിച്ചു തരും. അത് മായ്ച്ചു കളയുന്ന റസൂൽ പറഞ്ഞ തംഹുഹ, ആ നന്മ കൊണ്ട് ആ തെറ്റ് മായ്ക്കപ്പെടും. എന്നിട്ടോ വഹാലിക്കിന്നാസ ബിഖുലുഖുൽ ഹസന, പിന്നെ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യാം. പലപ്പോഴും നമ്മൾ ഒരു മോശ അവസ്ഥയിലാണെങ്കിൽ ഒരു നല്ല നന്മ അധികം ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത തിന്മ ചെയ്തു പോയി, ഇതിപ്പോൾ ഉണ്ടാവും. അപ്പം നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ എന്താ, ഒരു ഗ്ലൂമി ആയ അവസ്ഥയായിരിക്കും. ഒന്നിനൊരു മൂഡില്ലാത്ത, ഞാനൊന്നിനും കൊള്ളൂല എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ എല്ലാവരോടും നമുക്ക് സാധാരണ ആൾക്കാർ പുഞ്ചിരിക്കുന്ന ആൾ നമ്മൾ പുഞ്ചിരിക്കൂല, സാധാരണ നല്ല രൂപത്തിൽ പെരുമാറുന്നവരോട് നമ്മൾ പെരുമാറൂല, എല്ലാവരോടും ചൂടായിട്ടും ഇടിച്ചു കയറിയിട്ടും തർക്കിച്ചിട്ടും ഇങ്ങനെയൊക്കെ മനോഭാവമായിരിക്കും ചിലപ്പം ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, വിശ്വാസങ്ങളെ ഈ ഹദീസ് നമ്മൾ തെറ്റ് പൊറുപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം ആ സമയത്ത് എന്താ പറയുക, നല്ല രൂപത്തിൽ പെരുമാറലാണ്. നമ്മൾ ആ സമയത്ത് സാധാരണ നമ്മളിങ്ങനെയാണ് ചെയ്യൽ, അതിനേക്കാളും നല്ല രൂപത്തിൽ പെരുമാറുക മനുഷ്യന്മാരോട്. ആ സമയത്ത് നമ്മൾ ഗ്ലൂമിയായ അവസ്ഥ മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക. അപ്പോൾ പുഞ്ചിരിക്കുക, അവരോട് സന്തോഷം നൽകുന്ന രൂപത്തിൽ സംസാരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. മനുഷ്യന്മാരെ സന്തോഷിപ്പിച്ചാൽ, സൃഷ്ടികൾ നമ്മൾ സന്തോഷിപ്പിച്ചാൽ
അത് മാത്രം മതി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് പൂർത്തി തരാൻ. വേറൊന്നും വേണ്ട. വേറൊരു മനുഷ്യന് പുഞ്ചിരി ഉണ്ടാക്കി കൊടുത്താൽ മതി. പരമാവധി അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. എല്ലാ പ്രശ്നങ്ങളും എടുത്ത് തലയിൽ കൊണ്ടുവെക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ അവിടെ പോയി സംസാരിച്ചിട്ടും അയാളോട് മുണ്ടിയിട്ടും ഇയാളോട് മുണ്ടിയിട്ടും ഒക്കെ നമുക്ക് പ്രശ്നമാവും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും തോന്നുകയാണെങ്കിൽ പോകേണ്ട ഒരു സ്ഥലത്ത് ഒതുങ്ങുന്ന ദിക്റെങ്കില്ല, ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അന്ധവിശ്വാസങ്ങളെ ഹദീസ് എത്ര അനുയോജ്യമാണ് ആ വിഷയത്തിൽ നോക്കൂ. വഹാലിക്കന്നാസ് ഹുലുക്കൻ ഹസൻ, നിങ്ങളെന്ത് ചെയ്യണം? ആ മനുഷ്യന്മാരോട് പെരുമാറണം നല്ല സ്വഭാവത്തിൽ ആ സമയത്ത്. അതന്നെ നിങ്ങൾക്ക് പുറത്തു തരും തെറ്റുകൾ. നമ്മൾ പറ്റുന്ന പോലൊക്കെ തക്കവ ചെയ്യുക. തെറ്റ് വന്നു പോയാൽ ഉടൻ അതിന് പകരമായി നന്മ ചെയ്യുക, നല്ല രൂപത്തിൽ പെരുമാറുക. ഇത് നമ്മൾ ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി കുറേ കഴിഞ്ഞാൽ ഇത് ശീലമാവുന്നതനുസരിച്ച് തെറ്റ് മായ്ക്കപ്പെടുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മളെ ഹൃദയത്തിന് തെളിച്ചം വരും. ഹൃദയത്തിൻ്റെ കണ്ണാടിയിലാണല്ലോ തെറ്റുകൾ കൊണ്ട് മറ വെക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ തെറ്റുകൾ കൊണ്ട് മറ വരുമ്പോൾ അത് മായ്ച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും മറ വരിക ചെയ്യുക. അപ്പോൾ നമ്മൾ മായ്ച്ച് കളഞ്ഞാൽ എപ്പോഴും മായ്ച്ചു കൊണ്ട് കഴിഞ്ഞാൽ ഹൃദയം ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ആ തെളിച്ചത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ തജല്ലീനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ തജല്ലീനെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന സമയത്ത് നമുക്കതിൽ ആസ്വാദനം കിട്ടും. ആ ആസ്വാദനം കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ തോന്നിയില്ല. ഇനി അഥവാ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ചെറിയ കറ വരും, അത് വീണ്ടും മയക്കുക, വീണ്ടും ആസ്വാദിക്കും. അപ്പോൾ അതേസമയം നമ്മളതിനെ മായ്ച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് വർദ്ധിച്ച് ലാസ്റ്റ് കട്ടയായി പൂർണ്ണമായും ഹൃദയത്തിനെ മറച്ച് കളയുന്ന ഏറ്റവും വലിയ മറയായി അവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ അതേസമയം നമ്മളിത് മായ്ച്ച് കളഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാം നമ്മളിപ്പോൾ ഒരു അവസ്ഥയിലാണ്. നമ്മൾ ഉദ്ദേശിച്ചു എല്ലാ സമയവും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഉറപ്പിച്ചൂടെ നമുക്ക്, നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്ത ഉടനെ നമ്മൾ നന്മ ചെയ്യും. നമ്മൾ നഫ്സിനോട് പോരാടും. എന്താ പോരാട്ടം? തെറ്റ് ചെയ്ത ഉടനെ നന്മ ചെയ്യുന്നു. വേറെ ഒന്നുമില്ല. തെറ്റ് ചെയ്തത് പോയി സാരില്ല, അതിന് കഴിഞ്ഞ ഉടനെ നന്മ ചെയ്യുന്ന ഉറപ്പിക്കുക. എത്ര തെറ്റ് ചെയ്താലും ഉടനെ ഞാനൊരു 300 സലാത്തുൽ ഫാത്തിഹ ചെല്ലും, അല്ലെങ്കിൽ തസ്ബീഹ് നിസ്കരിക്കും, അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും ഹദിയ നൽകും. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതുക. അങ്ങനെ നമ്മൾ ഉറപ്പിച്ചാൽ ഉറപ്പാണ്. ഡേറ്റ് കുറിച്ച് വെച്ചോളി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അന്ന് നമുക്കുണ്ടായിരുന്ന തെറ്റിനോടുള്ള ആസക്തി, നന്മ ചെയ്യാനിരിക്കാനുള്ള ഒരു പ്രേരണ അത് പിന്നീട് വരില്ല. അത് കുറഞ്ഞു വരും. കാരണം നമുക്ക് ഈ ശൈത്താനാണല്ലോ ഈ പ്രേരണ ഉണ്ടാക്കി തരുന്നത്. നഫ്സ് അതിൻ്റെ മുകളിൽ എടുത്ത് ചാടുന്നുണ്ടെങ്കിലും ഈ പ്രേരണ ഉണ്ടാക്കി തരുന്ന ശൈത്താൻ നിർത്തും. ഈ ചെങ്ങനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവും. കാരണം ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹു പറഞ്ഞ അള്ളാഹു തൗബ ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? തെറ്റ് ചെയ്യുന്നു, ഉടൻ തൗബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, വീണ്ടും തൗബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു. അതിന് ഏറ്റവും വിശ്വാസങ്ങൾ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സലാത്തുൽ ഫാത്തിഹ കൊണ്ട് പകരം ചെയ്യുന്നു, നല്ല നന്മകൾ വർദ്ധിപ്പിക്കുന്നു. അപ്പം ശൈത്താൻ വിചാരിക്കും ഈ ചങ്ങാനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാതിരിക്കില്ല നല്ലത്. കാരണം അവൻ ചെയ്തു കഴിഞ്ഞാൽ കുടുങ്ങി. കാരണം അങ്ങേയറ്റത്തെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ അവൻ ചെയ്യുക. അപ്പോൾ പിന്നെ നല്ലതെന്താ? തെറ്റ് ചെയ്യിപ്പിക്കാതിരിക്കലാണ്. മെല്ലെ ഞാൻ ഓൻ്റെ അടുത്ത് മാറി നിൽക്കട്ടെ എന്ന് ചിന്തിക്കുക ചെയ്യുക. ഇതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ബൈക്കൂടെ പോയാൽ ശൈത്താൻ വേറെ ബൈക്കൂടെ പോകും. ആ വൈക്കിൽ പോകില്ല. കാരണം എന്തെങ്കിലും വസ്വാസ് എങ്ങനെ ഉണ്ടാക്കി പോയാൽ ശൈത്താനുണ്ട് ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. ആൾക്കാരെങ്കിലും കണ്ടാൽ ഒന്നൊരു ചെറിയ വസ്വാസം ഉണ്ടാക്കി കളയാം. അതട്ടെ ഉമർ റളിയല്ലാഹുവിനോട് പറ്റിക്കഴിഞ്ഞാൽ ആ വസ്വാസം കൊണ്ട് മാത്രം മൂപ്പർ ചെയ്യുന്ന നന്മ പിന്നെ ആർക്കും ആ കൗമിനാർക്കും ചെയ്യാൻ കഴിയില്ല. ആ രൂപത്തിൽ നന്മ ചെയ്യും. പിന്നെ ഈ ആളെ വസ്വാസാക്കാതിരിക്കലല്ല നല്ലതും. എല്ലാ സൈഡിൽ കൂടെ മാറിപ്പോകും. ഒരിക്കലും സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പിന്നെ അസറിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടില്ലേ? ഏതോ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ സ്ഥലം കാണാൻ വേണ്ടി പോയപ്പോൾ ഏതെങ്കിലും സ്ഥലം വിൽക്കുന്നതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അസറിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ സ്ഥലം വിൽക്കുന്നതല്ല, സ്ഥലം കാണാൻ പോയത്. അങ്ങനെ സ്വന്തം സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം. അപ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ എന്താ ചെയ്യുക? അസറിൻ്റെ നമാസ് നഷ്ടപ്പെട്ടോ, എനിക്ക് ആ സ്ഥലത്തിൻ്റെ പിന്നാലെ പോയിട്ട് ആ സ്ഥലം ഞാൻ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഹദിയ ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ശൈത്താൻ തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും വസ്വാസാക്കാൻ. അതേപോലെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ശൈത്താൻ വസ്വാസാക്കുന്നത്? എന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ തെറ്റുകളിൽ മുഴുകിപ്പോകുന്നത്? നമ്മൾ അതിന് പകരം ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മളൊന്നും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല. കോമ്പൻസേറ്റ് ചെയ്യാൻ ചെയ്താൽ പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല, കയ്യില്ല. പിന്നെ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞാൽ.
ഷെയ്ത്താൻ ആക്കൂല. ഒരു ഭാഗത്ത് ഷെയ്ത്താൻ വസ്വാസാക്കൂല, മറുഭാഗത്ത് നമ്മൾ നഫ്സ് അത് വെറുത്തുകൊണ്ടിരിക്കും. പിന്നെ അള്ളാഹു ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും സലാത്തുൽ ഫാത്തിഹയൊക്കെ ചൊല്ലുന്നതുകൊണ്ട് അതിൻ്റെ വഴികളൊക്കെ അള്ളാഹു അടച്ചു തരികയും ചെയ്യും. ഷെയ്ഖുമാരെ മദദ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് സയ്യിദ്നാ ഷേഖ് അഹ്മദ് തിജാനി തങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. തെറ്റ് ചെയ്ത് സാരില്ല, അതിന് ഉടനെ നിങ്ങൾ നന്മകൾ വർദ്ധിപ്പിക്കും. അതേപോലെ നമ്മൾ തെറ്റ് ചെയ്തിട്ട് പൊറുപ്പിക്കാനാണ് നമ്മൾ സലാത്തുൽ ഫാത്തിഹയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷർത്ത് പാലിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ തെറ്റൊക്കെ ചെയ്തു പോയാൽ നമ്മൾ പറയും, ഞാൻ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ആയിരക്കണക്കിന് സലാത്തുൽ ഫാത്തിഹയും ചെല്ലുന്നുണ്ട്, എന്താ അറിയില്ല വീണ്ടും അതേ അവസ്ഥ, പണ്ടത്തെക്കാളും മോശമാണ്, ഹൃദയം അങ്ങനെ നമ്മളതൊന്നും ചെയ്യണ്ട. നിങ്ങൾ ആ ഷർത്ത് പാലിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കിബിലൊക്കെ മുന്നിട്ട് പിന്നെ ഒരു നല്ല റാഹത്തിൽ വേറൊന്നിലേക്കും ശ്രദ്ധ പോവാതെ സാധാരണ വലീഫൊക്കെ ചെല്ലുന്ന രൂപത്തിൽ നിങ്ങൾ 100 സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയൊക്കെ, നിർശ്വാസങ്ങൾക്ക് അധികം ചെയ്തൊക്കെ, എന്നിട്ട് പറ്റുമെങ്കിൽ 300 ചൊല്ലിയൊക്കെ അല്ലെങ്കിൽ 500 ചൊല്ലിയൊക്കെ, അത് മതി എല്ലാ തെറ്റും പൊറുപ്പിക്കാൻ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ വൃത്തികേടായിട്ട് വന്നിട്ട് ഇങ്ങനെ ആകെ മേലും മുയ്യും വായിക്കായി നിന്നിട്ട് പോയിട്ട് നല്ലൊരു കുളത്ത് ചാടി കുളിച്ച് സോപ്പൊക്കെ തേച്ച് കുളിച്ച് ഒരു പ്രയാസവും ഇല്ലാതെ നല്ല ഡ്രസ്സിട്ട് വന്ന് നിൽക്കുന്ന പോലെ അങ്ങനെ തോന്നും. അത്രയും അള്ളാഹു അത് നിങ്ങൾക്ക് ഇഷാറത്ത് തരികയും ചെയ്യും, അങ്ങനെ ഫീലിംഗ്. കാരണം നിങ്ങൾ ഹൃദയത്തിൽ അനുഭവപ്പെടും. വദാലിക ബിമൻജിലത്തിൻ മൻ തജദ്ദദ അലൈഹിൽ ജിറാഹു ഫീ ജസദിഹി. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറയാണ്, ഫദാലിക അത് ഏതുപോലെയാണെന്നറിയോ? ബിമൻജിലത്തിൻ, അത് അതിൻ്റെ സ്ഥാനം, മൻ തജദ്ദദ അലൈഹി ജിറാഹു മിൻ ജസദിഹി. ഒരാൾക്ക് ശരീരത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിവ് വരികയാണ്. ആ മുറിവ് വരുന്ന സമയത്ത് വക്കുല്ലമാ വഖാബിഹി ജറഹുൻ, ഓരോ തവണ അവന് മുറി വരുന്ന സമയത്തും അസ്റാ ഇലൈഹി ദവാഇഹി, അവൻ ആ മുറി വരുന്ന സമയത്ത് തന്നെ ഓടുകയാണ്. എന്തിന്? അതിൻ്റെ മുകളിൽ മരുന്ന് വെക്കാൻ. ഫഹു ഹൈറുൻ ലഹു, അതവന് ഹൈറാണ്. മിനല്ലദീന തൻസുബു അലൈഹിൽ ജിറാഹു, വേറൊരാളെക്കാളും അയാളുടെ പ്രവർത്തനം എന്താ? അയാൾക്ക് മുറി വരുന്നുണ്ട്, വലാ യതദാവാ, പക്ഷെ അദ്ദേഹം ഒരിക്കലും അതിന് മരുന്ന് പറ്റൂല. വയക്കൂല്, എന്താ അയാൾ മരുന്ന് പറ്റാതിരിക്കാനുള്ള കാരണം? അദ്ദേഹം പറയും, ഇന്ന ദാവ ലായു ഫീദു ഫിഹ അലി കസറത്തിഹ, ഞാൻ ഒരുപാടൊക്കെ മരുന്ന് പറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു ഉദാഹരണം എത്ര നല്ല ഉദാഹരണം എന്നാലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ സാധാരണ പറയലങ്ങനല്ലേ, ഞാൻ കുറേ തൗബ ചെയ്തതാ, കുറേ സലാത്തൊക്കെ ചൊല്ലി നോക്കിയാൽ വീണ്ടും ഞാൻ അതേപോലെ തന്നെ, വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തി എന്ന് പറഞ്ഞാൽ, ഇതേ ഉദാഹരണം വെച്ച് നോക്കി നമുക്ക് മുറി ഉണ്ടായാൽ നമ്മൾ അങ്ങനെ ചെയ്യുമോ? ഒരു പ്രാവശ്യം ഒരു മുറി വന്നു, അപ്പോൾ നമ്മൾ മരുന്ന് തേച്ചു, അത് മാറി. വേറെ വീണ്ടും മുറി വന്നു, വീണ്ടും മരുന്ന് തേച്ചു, മാറി. അങ്ങനെ 100 പ്രാവശ്യം സംഭവിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 101ാമത്തെ പ്രാവശ്യം മുറി വന്നാൽ നമ്മൾ പറയുമോ, കുറേ ആയി മുറി വന്ന് മരുന്ന് തേക്കുന്നത്, അതുകൊണ്ട് ഇനിയും മരുന്ന് തേക്കുന്നില്ല എന്ന് പറയുമോ? ഇല്ലല്ലോ. കാരണം അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഈ പഴയ മുറിയൊക്കെ ഈ മരുന്ന് തേച്ചിട്ട് ഉണങ്ങിയല്ലോ, ഈ മുറി മരുന്ന് തേച്ചാൽ ഉണങ്ങും എന്നല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കാത്തവനേക്കാളൊക്കെ എത്രയോ നല്ല ആളാണ് ഇഷ്ടംപോലെ മുറി പറ്റിയിട്ടും വീണ്ടും മരുന്ന് തേച്ച് ഉണക്കുന്നവൻ. ഇനി സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോവാം. അത് വളരെ സീരിയസ് ആയൊരു വിഷയമാണ്. ഞാൻ ഈ കാര്യം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഈ പറഞ്ഞ വിഷയം ഞാൻ പല മഹാന്മാരും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ വേറെ എവിടെയും ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ അറിവുകേടായിരിക്കും ചിലപ്പോൾ. പക്ഷേ വേറെ ആരും ഇങ്ങനൊരു കാര്യം പറയുന്നത് കേട്ടിട്ടില്ല. ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറയണോ, കുല്ലു മഅസിയത്തിൻ, എല്ലാ തെറ്റിനും ലാ ബുദ്ദ ലഹു മിൻ ഉഖൂബത്തൈൻ, നിർബന്ധമായും എല്ലാ തെറ്റിനും 2 ശിക്ഷ ഉണ്ടാവും. ഏത് തെറ്റ് നമുക്ക് ചെയ്താലും എല്ലാ തെറ്റിനും 2 ശിക്ഷ ഉണ്ടാവും. പിന്നെ വേറൊന്നുണ്ട്, ഈ തെറ്റ് ചെയ്തിട്ട് ആ ശിക്ഷ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടാവും. ചിലപ്പോൾ ശിക്ഷ കിട്ടുന്നുണ്ടാവും, നല്ലോണം കിട്ടുന്നുണ്ടാവും, പക്ഷേ ശിക്ഷ എന്ന് മനസ്സിലാക്കാത്തതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ നമുക്ക് ശിക്ഷ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ചെറിയ ശിക്ഷയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ശിക്ഷ മനസ്സിലാവുന്നില്ലെങ്കിൽ, ശിക്ഷയാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ശിക്ഷയാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് അങ്ങനത്തെ ശിക്ഷ 2 രൂപത്തിലും ശിക്ഷ അള്ളാഹു നൽകാതിരിക്കട്ടെ അള്ളാഹിൻ്റെ ഫضل കൊണ്ട്. എന്തായാലും ഈ ശിക്ഷയാണെന്ന് മനസ്സിലാവാത്ത ശിക്ഷ ഉണ്ടല്ലോ, അതൊരിക്കലും നൽകാതിരിക്കട്ടെ. കുല്ലു മാസിയത്തിൻ ലാ ബുദ്ദ ലഹാ മിൻ ഉഖൂബത്തൈൻ, എല്ലാ തെറ്റിനും 2 ശിക്ഷ ഉണ്ടാവും. നമുക്ക് ശരിക്ക് നമ്മൾ അളന്നു നോക്കാവുന്നതാണ് ഈ കാര്യം. ഉഖൂബത്തിൻ ദുന്യവിയ, ഒരു തെറ്റിന് ദുന്യവിയായ ഒരു ശിക്ഷ ഉണ്ടാവും. വൗഖറ
ഉഹ്റവിയ. ആ തെറ്റിന് തന്നെ ആഖിറത്തിലും ശിക്ഷ ഉണ്ടാവും. ദുനിയാവിലും ശിക്ഷ ഉണ്ടാവും, ആഖിറത്തിലും ശിക്ഷ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ട് പരലോകത്ത് ശിക്ഷ കിട്ടുമെന്ന് വിചാരിക്കുക, അങ്ങനെയൊന്നല്ല. തെറ്റ് ചെയ്താൽ ദുനിയാവും തന്നെ അത് ശിക്ഷിക്കും. അമ്മ ദുന്യവിയായ ശിക്ഷനെ സംബന്ധിച്ചിടത്തോളം വലാ തർത്തഫ്യോ അനിൽ ആശി, അത് തെറ്റ് ചെയ്യുന്ന ആളിൽ നിന്ന് അത് ഉയർന്നു പോവില്ല. ഇല്ലാ ബിയാഹദി അമ്രൈൻ, അത് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഒഴികെ. നമ്മൾ തെറ്റ് ചെയ്താൽ ദുനിയാവും തന്നെ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കും. അപ്പോൾ പലപ്പോഴും ചില സയ്യിദ്നാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട്, നമുക്ക് അള്ളാഹു ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും, ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കും. ദുനിയാവും തന്നെ പരീക്ഷിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. ഈ പരീക്ഷണമാണ് ശിക്ഷയാണെന്ന് എങ്ങനെ മനസ്സിലാവുക? ഉദാഹരണത്തിന്, മുങ്ങി മരിച്ചവന് ഷഹാദത്തിൻ്റെ പ്രതിഫലമാണ്. എന്നാൽ അതേ മുങ്ങി മരിക്കൽ തന്നെയാണ് ഫിറൗനെ മുങ്ങി മരിച്ചത്. ചിലപ്പം ഒരു രോഗം വന്ന് മരിക്കൽ ഷഹാദത്തിൻ്റെ പ്രതിഫലമാണ്. രോഗം വരൽ ദോഷങ്ങളൊക്കെ പുറത്തുപ്പിക്കുന്നതാണ്. അതേസമയം അതിനെ അള്ളാഹു ശിക്ഷയായിട്ട് നൽകിയേക്കാം. ഇപ്പം എങ്ങനെയാണ് സയ്യിദ്നാ അലി ഇബ്നു അബീ താലിബ് കറമല്ലാഹു വജ്ഹഹു റളിയല്ലാഹു അൻഹു മഹാനവറുകളിലൊക്കെ ചോദിക്കപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ശിക്ഷയാണോ അതോ അതേസമയം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണോ? ഇതെങ്ങനെ മനസ്സിലാവുക? അപ്പോൾ സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് അതാണ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളിപ്പോൾ നല്ല ഹാലിലാണെങ്കിൽ ഏറ്റവും വലിയ പരീക്ഷണം വന്നാലും, ആളുകളെ കണ്ണില്ലാത്ത വലിയ ശിക്ഷയാണെന്ന് തോന്നുന്നൊരു കാര്യം വന്നാലും നിങ്ങൾക്കത് നല്ലൊരു രസമുള്ള അനുഭൂതിയേ തരുള്ളൂ. അത് അള്ളാഹ് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ എൻ്റെ നല്ലതാണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഫീലിംഗ് വരും ഇത് പരീക്ഷണമാണെന്ന്. കാരണം നിങ്ങൾ ഹക്കിൻ്റെ വഴിയിലാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, നല്ല രൂപത്തിലാണ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊരു ഹാപ്പിനെസ്സേ ഉണ്ടാവുള്ളൂ, നല്ല സന്തോഷമേ ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഒരു ഉറുമ്പാണ് നിങ്ങൾ കടിക്കണമെന്ന് കരുതുക, ചിലപ്പോൾ അള്ളാഹ് ശിക്ഷയായിട്ടായിരിക്കും തരുന്നുണ്ടാവുക. ആ ഉറുമ്പ് കടിക്കുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ആ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ശിക്ഷയാണെന്ന്. നിങ്ങൾക്ക് തോന്നുകയാണ് ആ സമയത്ത് ഇതെനിക്ക് ശിക്ഷയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ശിക്ഷയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് അത് പരീക്ഷണമാണെന്ന് തോന്നുന്നത്, അത് പരീക്ഷണമാണ്. ഇവിടെ ശിക്ഷയായ രൂപത്തിൽ അള്ളാഹു തരാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അള്ളാഹുവിലായി നിൽക്കുന്ന സമയത്ത്, നമ്മളെപ്പോഴും ഇസ്തിഖാമത്തിലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും നമുക്ക് പുഞ്ചിരിയോട് കൂടി നേരിടാനും ഒക്കെ സാധിക്കും, അതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും. അള്ളാഹുവിലല്ലാതായി നിൽക്കുന്ന സമയത്ത്, ഗഫ്ലത്തിലായി നിൽക്കുന്ന സമയത്ത് ഇസ്തിഖാമത്തൊന്നും നമുക്കില്ലെങ്കിൽ ഒരു ഉറുമ്പ് കടി പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ ഉറുമ്പ് കടിക്കുന്നത് പോലും അള്ളാഹ് ശിക്ഷയായിട്ടാണ് വെച്ചത് എന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് തന്നെ അമ്മ ദുന്യവിയ ഫലാ തർത്തഫിയ അനിൽ ആസി ഇല്ലാ ബിഅഹദി അമ്രൈൻ, രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ദുന്യവിയായ ശിക്ഷ ഒരു തെറ്റുകാരിൽ നിന്ന് ഉയർത്തപ്പെടൂല. അവ്വലു, ഒന്നാമത്തത്, ഇഖ്റാജു സദഖത്തൈൻ ഖാലിസത്തിൻ ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന സദഖ. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരോടൊക്കെ, ഇപ്പോൾ പല ആൾക്കാരും പറയൂലേ, അള്ളാഹ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, വീട്ടിൽ ഭർത്താവ് ഇങ്ങനെയാണ്, ഭാര്യ ഇങ്ങനെയാണ്, മക്കളിങ്ങനെയാണ്, വരുമാനം എങ്ങനെയാണ്, അസുഖം എങ്ങനെ, ആർക്കും അസുഖം വിട്ടുമാറുന്നില്ല, എന്തെങ്കിലും പരിഹാരം പറയണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ ചൊല്ലാനൊന്നും ആൾക്കാരോട് പറയണ്ട. പലപ്പോഴും അത് അള്ളാഹു ശിക്ഷയായിട്ട് കൊടുക്കുന്നതായിരിക്കും. അവരോടൊരു 100 റുപ്യ ഷെയ്ഖിന് കൊടുക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ജാവിയൊക്കെ കൊടുക്കാൻ, ഹദിയ ചെയ്യാൻ, നല്ല ഉദ്ദേശത്തിൽ ഹദിയ ചെയ്യാൻ പറഞ്ഞാൽ മതി. അതോടുകൂടി അത് സോൾവ് ആയി ഉണ്ടാവും. കാരണം ഇഖ്റാജു സദഖത്ത് ഖാലിസത്തുൻ ലില്ലാഹി തആല, അള്ളാഹിനെ മാത്രം ഉദ്ദേശിച്ച് സദഖ ചെയ്യാം. അപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ ഖലീഫക്ക്, ജാവിയകൾക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്ന ഖിദ്മ, അത് നമ്മളെ തെറ്റ്, ആ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഇഖ്റാജു സദഖത്ത് ഖാലിസത്തുൻ ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കരുതിയിട്ട് നമ്മൾ സദഖ ചെയ്യാം. മിൻ മാലിൻ ഹലാലിൻ, നമ്മളെ ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് പിടിച്ചു പറിച്ച സ്വത്ത് കൊണ്ടാവരുത് സദഖ ചെയ്യണത്. മിൻ മാലിൻ ഹലാലിൻ, ഹലാലാണ് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം. ഹലാലി ഷറഅൻ, അല്ലെങ്കിൽ ശരീഅത്തിന്റെ വിധിപ്രകാരം ഹലാലാന്ന് തോന്നുന്ന ഒരു കാര്യം. അതിൽ നിന്ന് നമുക്കൊരു പൈസ കിട്ടി, ആ പൈസ നമ്മൾ സദഖ ചെയ്താൽ ആ സദഖ മതിയാവും നമുക്ക് ദുനിയാവിന്ന് അതിൻ്റെ ഒരു ബല കിട്ടാതിരിക്കാൻ, അതിൻ്റെ ഒരു ശിക്ഷ കിട്ടാതിരിക്കാൻ. ഫബിമാ തറഫഹു വയൻദഫിഉ അൻഹു ബലാഅൻ മഅസിയതി,
അതെന്ത് ചെയ്യും? നമ്മളെ അടുത്ത് നമ്മളെ മുകളിൽ നിന്ന് ആ തെറ്റുകൊണ്ടുണ്ടാവുന്ന ശിക്ഷ ഉയർത്തിക്കളയും. വസാനി മിൻ അമ്രൈൻ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അതിനർത്ഥം ഇപ്പോൾ തിരെ പൈസ ഒന്നും ഇല്ലാത്തവരുണ്ടാവും, പാവങ്ങളുണ്ടാവും. എന്നൊക്കെ എൻ്റെ അടുത്ത് 500 റുപ്യ ഇല്ല, 500 റുപ്യ കൊടുത്താലേ സദക്കാവും, അങ്ങനെയൊന്നുമില്ല. ഒരു 10 റുപ്യ കൊടുത്താലും മതി. നമുക്ക് എന്താണ് ആ സമയത്ത് ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. ഒരു നല്ല പൈസ ഉള്ള ഒരാൾ 10 റുപ്യ കൊടുക്കരുതിട്ട് അതൊരു സദക്കായി പരിഗണിക്കൂലല്ലോ. കാരണം അത് അവനെ സമയത്തോളം ചില്ലറ പൈസയാണ്. അവനെ സമയത്തോളം ഒരു കാര്യപ്പെട്ട ഒരു പൈസ ആയിട്ട് അവൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം. എന്നാൽ ചില്ലറ പൈസ കൊടുത്താൽ അള്ളാൻ്റെ ഫലം കൊണ്ട് ചിലപ്പോൾ അള്ളാഹ് കൊടുത്തില്ല. അതൊന്നല്ല ഞാൻ പറയണേ, പൊതുവിൽ ഞാൻ പറയാം. നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന പോലെ തോന്നണ്ടേ. നമ്മളുടെ കഴിവിനനുസരിച്ച് ഒരു തുക, ഒരു സദക്കയായിട്ട് തോന്നുന്ന രൂപത്തിലൊരു തുക നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെ ചെയ്താൽ നമ്മളെ തെറ്റുകൾക്ക് അല്ലാഹു ആ തെറ്റുകൾ കൊണ്ടുണ്ടാവുന്ന ദുനിയാവിലെ ശിക്ഷ അല്ലാഹു ഉയർത്തും. വസാനി മിനൽ അംറൈൻ. രണ്ടാമത്തെ കാര്യം അർജു ഇലൽ ബാബില്ലാഹി തആല. അള്ളാഹിൻ്റെ കവാടത്തിലേക്ക് ഇങ്ങനെ ഓടലാണ്, മടങ്ങലാണ്. ബിൽറാഅതി വൽഇബ്തിഹാലി വദ്ദുല്ലി വൽഇൻകിസാർ വത്തദർറു ബിദ്ദുആഇ ബിത്തലബിൽ അഫ്വി മിൻഹു സുബ്ഹാനഹു വതആല. അള്ളാഹിൻ്റെ ആ സമയത്ത് നമുക്ക് ശിക്ഷ വരുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് ശിക്ഷ വരുമ്പോൾ എന്ത് ചെയ്യാനാണ്? താഴ്മയോടുകൂടി, പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഹൃദയം തകർന്ന അവസ്ഥയിൽ, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങേയറ്റത്തെ കെഞ്ചുന്ന രൂപത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹുവെ പൊരുത്തപ്പെട്ടുകൊണ്ടാ അറിയാതെ തെറ്റ് സംഭവിച്ചു പോയി, അല്ലെ അറിഞ്ഞുകൊണ്ട് ചെയ്തു, എന്നെ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു ദുആ അടിമയിൽ നിന്നുണ്ടാവണം. വതലബ റഫഅ മുസീബത്ത് ദാലിക ദംബ്. അതിലൂടെ അവൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ദുനിയാവിലുള്ള മുസീബത്ത് അവനിൽ നിന്ന് ഉയരണം അവൻ ആഗ്രഹിക്കണം. ഫഇന്നഹു ബിസബബി ദാലിക ഇദാ അഹസ്സഹു യർതഫിഉ അൻഹു ബിഫദ്ലില്ലാഹി തആല. അങ്ങനെ അവൻ ആത്മാർത്ഥമായി ചെയ്താൽ അവൻ്റെ മുകളിൽ നിന്ന് ഈ ദുനിയാവിൽ നിന്നുണ്ടാവുന്ന ശിക്ഷ അല്ലാഹു ഉയർത്തും. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ദുനിയാവിലും ആഖിറത്തും ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ആ ദുനിയാവിൽ നിന്നുണ്ടാവുന്ന ശിക്ഷ ഒഴിവാവാൻ സദക്ക ചെയ്യാം. അതുപോലെ തന്നെ അള്ളാഹിനോട് കേണപേക്ഷിക്കുക, പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞിട്ട്, ഇന്ന ദുനിയാവിൽ നിന്ന് ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കേണപേക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു ദുനിയാവിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കി തരും. എന്നാൽ അമ്മ ഉഖൂബത്തുൽ ആഖിറ, ആഖിറത്തിൽ പിന്നെയും ശിക്ഷ ബാക്കി ഉണ്ടാവുമല്ലോ. അതോ ഫലാ തർതഫു അൻഹു വലാ ബുദ്ദലഹു മിൻഹ. അത് അള്ളാഹു പുറത്തരൂല. ഇല്ലാ അൻ യഅഫു അൻഹു സുബ്ഹാനഹു തആല ബിസബബിൻ ഔ ബിഗൈരി സബബിൻ. അത് ചിലപ്പോൾ സബബിലൂടെ അല്ലാതെ അള്ളാഹ് പുറത്തരൂല. ചിലപ്പോൾ സബബില്ലാതെ വെറുതെയും പുറത്തുതരാം. അള്ളാഹിൻ്റെ ഇഷ്ടമാണ്. എന്നാൽ നാളെ പരലോകത്ത് ശിർക്കല്ലാത്ത എല്ലാം അള്ളാഹ് പുറത്തുതരുന്നു അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. ചിലപ്പോൾ അള്ളാഹു ചില സബബുകൾ വെച്ചിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുസബാത്തിൽ അശർ ചൊല്ലുന്നത്, അതുപോലെ തന്നെ സലാത്തുൽ ഫാത്തിഹ ധാരാളം വർദ്ധിപ്പിക്കുന്നത്, ഹിസ്ബുൽ സൈഫ് ചെല്ലുന്നത്, ഇങ്ങനത്തെ അമലുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു അത് ആഖിറത്തിൽ നിന്ന് പുറത്തുതരാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുന്നത്. ദുനിയാവിൽ നിന്ന് അതിൻ്റെ ശിക്ഷ ഒഴിവാവാൻ ഒരു സദക്ക കൊടുത്ത് അള്ളാഹിനോട് കേണപേക്ഷിച്ചാൽ തന്നെ ചിലപ്പോൾ അള്ളാഹു ആ കാര്യം എടുത്ത് ഒഴിവാക്കി തരും. ദുനിയാവിൽ നിന്നുള്ള ശിക്ഷ ആഖിറത്തിൽ നിന്ന് പിന്നെയും ബാക്കി ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഈ സബബുകളെ പിന്നാലെ പോകണം. ഈ സബബുകളിലൂടെ മാത്രമല്ല പുറത്തുതരുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ബിലാ സബബിന്ന് ഐരി സബബെന്ന് ഷെയ്ഖാറുകൾ പറഞ്ഞു. സബബില്ലാതെ അള്ള പുറത്തുതരുകയൊക്കെ ചെയ്യാം. കാരണം ഷിർക്കല്ലാത്ത എല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തുതരാമെന്നുള്ളത് പിന്നെ സൂറത്ത് നിസായിൽ നമ്മൾ അതിനെപ്പറ്റി വിശദീകരണമൊക്കെ നോക്കിയതാണ്. പക്ഷേ അള്ളാഹു നമുക്ക് തെറ്റുകൾക്ക് പുറത്തു തരട്ടെ. തെറ്റ് പൊറപ്പിക്കുന്ന അമലുകളിൽ ദായിമായിട്ട് നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ലിഖുതുബിൽ മഖ്തൂം വബർജഹൽ മഅലൂം സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു. ഇനി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സലാത്തുകളെ കുറിച്ച് പറയാം. ലിഖുതുബിൽ മഖ്തൂം, കുതുബുൽ മഖ്തൂമായ ബർജഹുൽ മഅലൂമായ സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ട് ഇദ്ദത്ത് സ്വലാത്ത്, ഒരുപാട് സ്വലാത്തുകൾ. ഷാനുഹ അലീമുൻ, അതിൻ്റെ മഹത്വം വലുതാണ്. വനഫഅഹ ജസീം, അതിൻ്റെ ഉപകാരങ്ങൾ ബൃഹത്താണ്. മിൻ ബൈനിഹ ആ സലാത്ത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരുപാട് സലാത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സലാത്തിൽപ്പെട്ട ഒന്നാണ് സലാത്തുൽ ഫാത്തിഹ് ലിമാ ഉലിക്. സലാത്തുൽ ഫാത്തിഹ് അല്ലത്തി ഉൻസിലത്ത് അലൽ ബക്കരി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബക്കരി റളിയല്ലാഹു അൻഹു തങ്ങൾക്കാണ് ആദ്യമായി അത് അവതരിപ്പിക്കപ്പെട്ടത്. മഖ്തൂബൻ ബി കലമിൽ ഖുദ്റ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ കലം കൊണ്ട് എഴുതപ്പെട്ടതായിട്ട്.
അതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് റസൂലുള്ളാഹിങ്ങൾ അത് പിന്നീട് എന്ത് ചെയ്തു, അതിൻ്റെ ഉടമയായ സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് അത് നേരിട്ട് കൊടുക്കുകയും ചെയ്തു. വലഹ ഫവായിദുൻ ജമ്മത്തുൻ, അതിനൊരുപാട് അറ്റമില്ലാത്ത ഗുണങ്ങളുണ്ട്. ഫീ കുല്ലി മാ യുർബിത്തുൽ അബ്ദു ബി റബ്ബിഹി വബി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരടിമനെ റബ്ബുമായും അതുപോലെ അവൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായും ബന്ധിപ്പിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഈ സലാത്തിനുണ്ട്. ഹുസൂസൻ, പ്രത്യേകിച്ചും ഫി മജാലി തഖഫീർ ദുനൂബ്, പ്രത്യേകിച്ചും തെറ്റുകൾ പൊറപ്പിക്കുന്ന വിഷയത്തിൽ. കാല സയ്യിദിന റളിയല്ലാഹു അൻഹു ഫി ഇഫാദത്തുൽ അഹ്മദിയ, ഇഫാദത്തുൽ അഹ്മദിയ എന്നുള്ള കിതാബിൽ തയ്യിബ് സുഫിയാൻ തങ്ങളെ ഇഫാദത്തുൽ അഹ്മദിയയിൽ സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ദിക്റു ലൈലത്തുൽ ജുമാഅത്തി മിഅത്തു മിൻ സലാത്തുൽ ഫാത്തിഹി ലിമാ ഉലിഖ്, അതായത് വെള്ളിയാഴ്ച രാത്രിയിൽ, നമ്മൾ വെള്ളിയാഴ്ച രാവിലെ, അതായത് നാളെ ഈ മഗ്‌രിബിന് ശേഷം ആരെങ്കിലും സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ ബഅദ നൗമിന്നാസ്, മനുഷ്യന്മാരൊക്കെ ഉറങ്ങിയതിന് ശേഷം ചൊല്ലണം. അതായത് തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ അങ്ങനെ ആരെങ്കിലും ചൊല്ലിയാൽ മിഅത്ത മിൻ സലാത്തുൽ ഫാത്തിഹ, 100 സലാത്തുൽ ഫാത്തിഹ, അതായത് തഹജ്ജുദിൻ്റെ സമയത്ത് ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 100 സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ യുക്കഫിറു 400 സനത്തിൻ, 400 വർഷത്തെ തെറ്റല്ല പുറത്തിരുന്ന്. നമ്മളിപ്പോൾ ഔറാദ് തർബിയൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തഹജ്ജുദ് സമയത്ത് എന്തായാലും ആ സമയത്ത് എണീക്കല്ലോ, അപ്പോൾ അത് മതി. 100 ചൊല്ലിയാൽ തന്നെ അങ്ങ് കിട്ടും. പിന്നെ 500 ചൊല്ലിയാൽ പറയേണ്ടതില്ലല്ലോ. മറ്റേ 500 ചൊല്ലിയതിന് പുറമെ ഈ ഒരു അമലിന് വേണ്ടി മാത്രം വേറെ 100 ചൊല്ലുകയും ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ തഹജ്ജുദിന് എണീറ്റ് സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്ന ഒരിക്കലും മുടക്കരുത്. ബാക്കിയുള്ളതൊക്കെ ഇനി കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായാലും വെള്ളിയാഴ്ച രാവിലെ എന്തായാലും മുടക്കരുത്. കാരണം അത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പ്രത്യേകം പറഞ്ഞാണ്, ഹദീസുകളും വന്നിട്ടുണ്ട്. 100 എണ്ണം ചൊല്ലിയാൽ 400 വർഷത്തെ തെറ്റത് പുറത്തു വരും. വഫീ ഫദ്ലി സലാത്തുൽ ഫാത്തിഹ ലിമാ ഉലിഖ യഖൂലു റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങളിൽ പെട്ടതായിട്ട് പറയുന്നതാണ്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, ഫി മസ്ദരി നഫ്സിഹി, ഈ കിതാബ് തന്നെ, ലൗ ദക്കർതു ലക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ, ഹഖീഖത്ത് വാഹിദത്തൻ മിൻ ഹഖായിഖൽ ഫാത്തിഹ ലിമാ ഉലിഖ, സലാത്തുൽ ഫാത്തിഹിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നാൽ, ഇപ്പോൾ ഈ സലാത്തുൽ ഫാത്തിഹിനെ പറ്റി നമ്മൾ പറഞ്ഞതൊന്നും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല, അതൊക്കെ അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളാണ്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്ത അഖാബിറുൽ ആരിഫീന ബി ഖത്ലി, വലിയ അക്കാബിരീങ്ങളായ വലിയ ആരിഫീങ്ങളുണ്ടല്ലോ, സാധാരണക്കാരായ പണ്ഡിതന്മാരല്ല, ആരിഫീങ്ങൾ, അവർ എനിക്കെതിരെ ഫത്വ നൽകും ബി ഖത്ലി, എന്നെ കൊല്ലപ്പെടാൻ വേണ്ടി. അത്രയും മഹത്വം ഉള്ള, അവർക്ക് വരെ ഉൾക്കൊള്ളാൻ പ്രയാസമായ കാര്യങ്ങൾ ഈ സലാത്തുൽ ഫാത്തിഹിൻ്റെ യാഥാർത്ഥ്യങ്ങളിലുണ്ട്. വഖാല റളിയല്ലാഹു അൻഹു തൻവീം ബിൽ വദീഫ, അതുപോലെ തന്നെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ വദീഫൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, മൻ യഹ്ദുറുൽ വദീഫത കുല്ല യൗമൻ, ആരെങ്കിലും വദീഫ ജമാഅത്തിൽ പങ്കെടുത്തു, എല്ലാ ദിവസവും പങ്കെടുത്തു. പുരുഷന്മാർക്കാണെങ്കിൽ ജമാഅത്ത് നിർബന്ധമാണല്ലോ, അപ്പോൾ എല്ലാ ദിവസവും പുരുഷന്മാർ ജമാഅത്ത് പങ്കെടുക്കുക. സ്ത്രീകൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചെല്ലിയാലും മതി, സുന്നത്താണെങ്കിലും അവർ നല്ല ഉദ്ദേശത്തിൽ ഒറ്റയ്ക്ക് ചെല്ലിയാലും, പുരുഷന്മാർ അത് ജമാഅത്തായിട്ട് ചെല്ലിയാലും, ലാ യക്തുബു അലൈഹി ദംബുൻ, അവൻ്റെ ഒരു തെറ്റും പിന്നെ രേഖപ്പെടുത്തൂല. നല്ല റാഹത്തിലാണ് നമ്മൾ വദീഫ ചെല്ലുന്നതെങ്കിൽ, അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ വദീഫ ചൊല്ലിയാൽ അത് പിന്നെ ആ ദിവസത്തെ നല്ല ഒരു തെറ്റും അല്ലാഹു എഴുതൂല അവൻ്റേതായിട്ട്. അതുപോലെ തന്നെ വമിൻ സലാത്തുൽ ഖുതുബുൽ മഖ്തൂം റളിയല്ലാഹു അൻഹു, ഖുതുബുൽ മഖ്തൂം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സലാത്തിൽപ്പെട്ടതാണ് ജൗഹറത്തുൽ കമാൽ അല്ലദീ തലഖാഹാ മിൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്തതാണ്. മുഷാഫഅത്ത്, നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് കൊടുത്തതാണ്. ഖാല റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി സലാത്തുൻ തുസമ്മാ ബി ജൗഹറത്തുൽ കമാൽ, ജൗഹറത്തുൽ കമാൽ എന്ന് പേരുള്ള ഒരു സലാത്ത്,
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് തിജാനി തങ്ങൾക്ക് പേഴ്സണലായി നൽകിയ സ്വലാത്താണ് ജൗഹറത്തുൽ കമാൽ. അത് വേറെ ആർക്കും അല്ലാഹു വിശ്വാസങ്ങൾ കൊടുത്തിട്ടില്ല. സലാത്തുൽ ഫാത്തിഹിന് മറ്റ് ത്വരീഖത്തിൻ്റെ ആളുകൾക്ക് അവകാശവാദം പറയാം. അവർക്ക് അവരുടെ പേരിൽ അവരെടുത്തും സലാത്തുൽ ഫാത്തിഹ ഉണ്ട്, അവർക്കും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ ജൗഹറത്തുൽ കമാലിൻ്റെ വിഷയത്തിൽ അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് മാത്രം ലഭിച്ച ഒരു സലാത്താണ്. അത് വേറെ ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളിൽ നിന്ന് കിട്ടിയതായിട്ട് ചൊല്ലുന്നതല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഈ ജൗഹറത്തുൽ കമാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. മൻ ദക്കറാഹു ഇസ്നൈ അശറത മറത്തൻ, ആരെങ്കിലും 12 പ്രാവശ്യം ഈ ജൗഹറത്തുൽ കമാൽ ചൊല്ലിയാൽ ഹാദിഹി എന്നിട്ട് പറയാണ് ഹാദിഹി ഹദിയ്യത്തും മിന്നി ഇലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിങ്ങൾക്കുള്ള ഹദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 12 ജൗഹറത്തുൽ കമാൽ ചൊല്ലി. വെറുതെ നമ്മൾ ഇത്ര സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ ഇനി വഹ്മത്ത് റബ്ബാനിയത്തി വയാഖൂതത്തി മുത്തഹഖിഖത്തിൻ തുടങ്ങി നല്ല അദബിൽ ഒളുവോട് കൂടിയൊക്കെ റാഹത്തിൽ ഒരു മുസല്ലയിലൊക്കെ ഇരുന്നിട്ട് 12 പ്രാവശ്യം ജൗഹറത്തുൽ കമാൽ ചൊല്ലിയിട്ട് നമ്മൾ പറയാണ് ഹാദിഹി ഹദിയ്യത്തൻ മിന്നി ഇലൈക യാ റസൂലല്ലാഹ്, ഇത് അങ്ങേക്കുള്ള ഹദിയയാണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് നമ്മൾ പറഞ്ഞാൽ ഫകഅന്നമാ സാറഹു ഫീ റൗളത്തി ശരീഫ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പരിശുദ്ധമായ റൗളനെ സിയാറത്ത് ചെയ്ത പോലെയാണ്. വിശ്വാസങ്ങൾ റൗളനെ എടുത്ത് സിയാറത്ത് ചെയ്ത് വന്നാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ശരിക്കും നമുക്കൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ തന്ന നിധി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. റൗളനെ സിയാറത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് ഈ 12 ജൗഹറത്തുൽ കമാൽ ചൊല്ലിയാൽ കിട്ടും. എന്നിട്ട് വിശ്വാസങ്ങൾ പറയുക ഇത് നിങ്ങൾക്ക് അതിയാണെന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങൾ റൗള സിയാറത്ത് ചെയ്തതിന് പ്രതിഫലമാണ്. ഒക്കെ അന്നമാ ദാറ ഔലിയാ അല്ലാഹു സ്വാലിഹീൻ, അതുപോലെ തന്നെ എല്ലാ ഔലിയാക്കന്മാരെയും ദിയാർത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടും. ദിയാർത്ത് ചെയ്ത പ്രതിഫലമല്ല പറഞ്ഞത്, ദിയാർത്ത് ചെയ്ത പോലെ തന്നെയാണെന്ന്. കാന്നമാദാർ ഔലിയാ ഇല്ലാഹി സ്വാലിഹീൻ മിൻ അവ്വൽ വുജൂദി ഇലാ വഖ്തിഹി, ഈ പ്രപഞ്ചം തുടങ്ങിയത് മുതൽ അവൻ ഈ ചൊല്ലുന്ന സമയം വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും ദിയാർത്ത് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ, അതുപോലെ ആയിരിക്കും അവന് കിട്ടുക. ആ ഒരു ഉദ്ദേശത്തിൽ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചൊല്ലണം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഏതോ ഒരു വലിയതായിട്ടൊരു ബന്ധം ഉണ്ടാവും, ഏതോ ഒരു മക്കാമിൽ നമ്മൾ കുറച്ച് കാലമൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ ത്വരീഖത്തിലേക്ക് വന്നാൽ നമുക്ക് സങ്കടം, ത്വരീഖത്തിൻ്റെ നിബന്ധന കൊണ്ട് അത് മുറിഞ്ഞു പോവല്ലോ, എനിക്കിനി അവിടെ പോകാൻ പറ്റൂലല്ലോ, ഇനി ആ ശൈഖനെ കാണാൻ പറ്റൂലല്ലോ, ആ വലിയൻ്റെ അടുത്ത് പോകാൻ പറ്റൂല എന്നാക്കി നമ്മൾ ചിന്ത. ശരിക്കും അതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം 12 ജൗഹറത്തുൽ കമാൽ ചെയ്ത് നമ്മൾ എത്ര പോയാലും എത്ര ആളുകളിൽ എത്തിക്കാൻ പറ്റും? ഈ കാലഘട്ടത്തിൻ്റെ ആൾക്കാരിൽ ആരെങ്കിലും എത്തിക്കാൻ പറ്റുമോ? നമ്മൾ ഔലിയാക്കന്മാരാണെന്ന് കരുതുന്ന നമുക്ക് തോന്നി ചില ആൾക്കാരെ 2-3 ആൾക്കാരെ ഇടയ്ക്ക് പോയി കാണാൻ പറ്റുമെന്നല്ലാതെ വേറെ ആരെയും കാണാൻ പറ്റൂല. എന്നാൽ ഈ 12 ജൗഹറത്തുൽ കമാൽ നല്ല ഇഖ്ലാസോട് കൂടി അദബ് പാലിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലി ഹാദിഹി ഹദിയ്യത്തും മിന്നി ഇലൈക യാ റസൂലല്ലാഹ് എന്ന വിശ്വാസങ്ങൾക്ക് ഹദിയായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം മുതൽ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ അവൻ ചൊല്ലുന്ന സമയം വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്ത പോലെയായി പരിഗണിക്കപ്പെടും. വഫീ റിവായത്ത്, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട് ഇലൽ അബദ് എന്ന് പറഞ്ഞാൽ അവസാനം വരെ, തുടക്കം മുതൽ പ്രപഞ്ചത്തിൻ്റെ അവസാനം വരെ ഏതൊക്കെ ഔലിയാക്കന്മാരുണ്ട് അവരെ മുഴുവൻ സിയാറത്ത് ചെയ്തതിന് പ്രതിഫലം നൽകപ്പെടും. അത്രയും മഹത്വമാണ് ജൗഹറത്തുൽ കമാൽ. നമുക്ക് കിട്ടിയ നിധിൻ്റെ വലുപ്പം നമുക്കറിയില്ല, എത്രയാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന മഹത്വം എന്ന്. കമാഫി കുത്തൂഫുൽ ദാനിയയിൽ കിതാബിൽ പറയുന്നുണ്ട്. കാലഫി ജവാഹിറുൽ മാനിയിൽ ഇങ്ങനെ കാണാം, യാലം നിങ്ങൾ അറിയണം, അന്ന ഹാദിഹി സ്വലാത്തുൽ മുസമ്മാത ഫി ജൗഹറത്തുൽ കമാൽ, ജൗഹറത്തുൽ കമാൽ എന്ന് പേര് നൽകപ്പെട്ട ഈ സ്വലാത്തുണ്ടല്ലോ, ഫി മദ്ഹി സയ്യിദ് റിജാൽ ഹിയ മിൻ അംലാഇ സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഖിനൽ ഖുതുബുർ റബ്ബാനി വ മൗലാന അബുൽ അബ്ബാസ് തിജാനി. സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പകർന്നു കൊടുത്ത സ്വലാത്താണത്. വദക്കറ ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാസ്, അതിനൊരുപാട് പ്രത്യേകതകൾ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്തുൽ ജൗഹറത്തുൽ കമാലിന്. മിൻഹ, ആ പ്രത്യേകതകൾ പെട്ടതാണ് അന്ന മറത്തൻ വാഹിദത്തൻ മിൻഹ, ഈ ജൗഹറത്തുൽ കമാലിൽ ഒന്ന് ആരെങ്കിലും ചൊല്ലിയാൽ തഅദിലു തസ്ബീഹൽ ആലമ സലാസ മറാത്ത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും തസ്ബീഹ് ചൊല്ലുന്നത് 3 മടങ്ങാക്കിയാൽ അത്രത്തോളം പ്രതിഫലം അല്ലാഹു നൽകും. ഇതൊക്കെ അള്ളാഹിൻ്റെ ഫദലിൽ നിന്ന്, ദാലിക ഫദലുല്ലാഹി യുഅ്തി മൻ യശാ വല്ലാഹു ദുൽ ഫദലിൽ അദീം. ഇതൊക്കെ അള്ളാഹിൻ്റെ ഫദലാണ്. അള്ളാഹിൻ്റെ ഫദൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല.
അത് അള്ളാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ അള്ളാഹ്ക്ക് ബാക്കിയുണ്ടാവും ഫضല്. ആരെങ്കിലും ഒരൊറ്റ പ്രാവശ്യം ജൗഹറത്ത് കമാൽ ചൊല്ലിയാൽ അവനും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും 3 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുന്നതിന് പ്രതിഫലാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അനി വഹ്മത്തി റബ്ബാനിയത്തി വയാഖൂതത്തിൽ മുതഹഖഖത്തി ഹായിതത്തി ബിമർകത്തി ഫുഹൂമി വൽ മആനി വനൂരിൽ അഖ്വാൽ മുതഖവ്വിനത്തിൽ ആദമി ഷാഹിബി ഹഖ് റബ്ബാനി അൽബർക്കൽ അസ്തായി ബിജൂൽ അർബായി അൽമാലിൽ തുകുല്ലി മുതഹദിൻ മബ്ഹൂരി വലവാനി വനൂരി കല്ലാമി അല്ലദീ മലത്തു ബിഹി കോനക്കൽ ഹായിത്തു മക്കനത്തിൽ മക്കാനി എന്ന് തുടങ്ങുന്ന ജൗഹറത്ത് കമാൽ എത്ര വലുതാണ്. നമുക്കത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്തതുകൊണ്ടല്ലേ. മിൻഹ അതിൽപ്പെട്ടതാണ്, അതിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ് അന്നമൻ ഖറഅഹ സബഅൻ ആരെങ്കിലും 7 പ്രാവശ്യം അത് ചൊല്ലിയാൽ യഹ്ദുറുഹു റൂഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് അവിടെ ഹാദിറാവും. വ ഖുലഫാ അൽ അർബ അതുപോലെ തന്നെ 4 ഖുലഫാ റാഷിദീങ്ങളെ റൂഹു അവിടെ ഉണ്ടാവും. മാ ദാമ യദ്കുറുഹു അവൻ അത് എത്രത്തോളം ചൊല്ലുന്നു അത്രത്തോളം. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും 7 എണ്ണം ചൊല്ലി പിന്നെ ഒരു 10 എണ്ണാക്കി 20 ആക്കി 300 ആക്കി 400 ആക്കി 1000 ആക്കി എത്ര നമ്മൾ ചൊല്ലിയാലും ആ ചൊല്ലുന്നതിൻ്റെ തോതനുസരിച്ച് ചൊല്ലുന്ന കാലത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹും 4 ഖുലഫാ റാഷിദീങ്ങളുടെ റൂഹും അവിടെ സന്നിഹിതരായിരിക്കും. ഈ കിതാബിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഓരോ റൂഹും ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും സയ്യിദുനാ ശൈഖുൽ തങ്ങളുണ്ടാവും, അവിടെ എന്തായാലും ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടാവും. അതിനടുത്ത് ഓരുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഖും അവിടെ ഉണ്ടാവും. അപ്പോൾ ഷെയ്ഖിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജൗഹറത്ത് കമാൽ ചൊല്ലിയാൽ മതി. പക്ഷെ അതിൻ്റെ കണ്ടീഷനൊക്കെ പാലിക്കണം. വൃത്തി ഉണ്ടാവണം, ശുദ്ധി ഉണ്ടാവണം, നല്ല അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ചൊല്ലാൻ. നമ്മൾ മറ്റ് എൻഗേജ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവരുത്. അതിൻ്റെ അദബുകളൊക്കെ പാലിച്ചിട്ട് വേണം ചൊല്ലാൻ. അങ്ങനെ ചൊല്ലിയാലുണ്ടാവും. ഒമിൻഹ അതിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, ഇതിൻ്റെ ഫായിദയിൽപ്പെട്ടതാണ്, ജൗഹറത്ത് കമാലിൻ്റെ ഫായിദയിൽപ്പെട്ടതാണ് അന്നമൻ ലാസമഹ അജിയദ മിൻ 7 മറാത്ത് 7 എണ്ണത്തിൽ കൂടുതൽ ആരെങ്കിലും സ്ഥിരമായി കൊണ്ടുനടന്നാൽ യുഹിബ്ബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിക്കും. മഹബ്ബത്തൻ ഹാസത്തൻ ഒരു പ്രത്യേകമായ സ്നേഹം, ബാക്കിയുള്ള ആരോടും ഇല്ലാത്തൊരു സ്നേഹം അവരോടുണ്ടാവും. ഈ സലാത്ത് ഇങ്ങനെ ചൊല്ലുന്നത് നമ്മൾ വെറുതെ വദീഫൊക്കെ ചൊല്ലുന്നതിന് പുറമേ ഉള്ളതാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മൾ വെറുതെ ഒരു ദിവസം നമ്മൾ കുറച്ച് ജൗഹറത്ത് കമാൽ ചെല്ലാൻ ഉദ്ദേശിക്കുക, കുറച്ച് എണ്ണം സ്ഥിരമായി നമ്മൾ കൊണ്ടെടുക്കാൻ നമ്മളെ മുഖദ്ദമിൽ നിന്നൊക്കെ സമ്മതം വാങ്ങി നമ്മൾ കൊണ്ടെടുക്കുക. അങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹികളെടുത്തുന്ന പ്രത്യേകമായ ഒരു മഹബത്ത്, ആരോടും ഇല്ലാത്ത. മറ്റൊരു മഹാന്മാർ ചിലർ പറഞ്ഞ കാണാം, പിന്നെ ആ മൊഹബത്ത് അത് ചൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ആ ചൊല്ലാത്ത ആൾക്കാരോട് റസൂലുള്ളാഹികൾ എത്ര മൊഹബത്ത് വെച്ചാലും അവരെക്കാളൊക്കെ ഒരു പ്രത്യേക മൊഹബത്ത് ഈ ചൊല്ലുന്ന ആളുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇപ്പോൾ 2 സലാത്ത് പറഞ്ഞു, 1 സലാത്തുൽ ഫാത്തിഹ്, 2 ജൗഹറത്ത് കമാൽ. ഒമിൻഹ അതുപോലെ തന്നെ ആ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നൽകപ്പെട്ട സ്വലാത്തുകൾ പെട്ടതാണ് യാഖൂത്തത്തുൽ ഹഖായിഖ് മിൻ തഅരീഫി ബി സയ്യിദിൽ ഖലായിഖ്. യാഖൂത്തത്തുൽ ഹഖായിഖ് എന്ന് പറഞ്ഞ സ്വലാത്ത് നമ്മളെ മൊബൈലിൻ്റെ ആപ്പിലൊക്കെ, തിജാനി കണക്ട് ആപ്പിലൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് ഓതാവുന്നതാണ്. വഹാദിഹി സ്വലാത്തു ഈ സ്വലാത്ത് അംലാഹ മൗലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്തിട്ടാണ്. മിൻ ഫൈദിഹി ഷരീഫ് അവിടുത്തെ ഈ ആത്മീയമായ ഒഴുക്കിൽ നിന്ന്, പവിത്രമായ ആത്മീയമായ ഒഴുക്കിൽ നിന്ന് അവിടുന്ന് പകർന്നു കൊടുത്തതാണ്. യഖ്ലത്തൻ ലാ മനാമൻ ഉറക്കത്തിലല്ല, ഉണർവിൽ തന്നെ. അലാ സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു അൻഹു സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക്. വഖദ് ശറഹഹ റളിയല്ലാഹു അൻഹു ബിശറഹിൻ ജലീൻ ഒരു സമഗ്രമായ ഒരു വിശദീകരണവും ഈ യാഖൂത്തത്തുൽ ഹഖായിഖ് റസൂലുള്ളാഹികൾ നൽകിയെന്ന് മാത്രമല്ല, ആ യാഖൂത്തത്തുൽ ഹഖായിഖ് എന്ന് പറയുന്ന സലാത്തിന് ഒരു പ്രത്യേകമായ ശറഹും വിശദീകരണവും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുതിയിട്ടുണ്ട്. വദക്കറമിൻ അത് ജവാഹിർ മഅനിയിലുണ്ട്. അതിൻ്റെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. വദക്കറമിൻ ഫദ്ലിഹ അതിൻ്റെ മഹത്വത്തിൽ, ആ യാഖൂത്തത്തുൽ ഹഖായിഖിൻ്റെ മഹത്വത്തിൽ പെട്ടതാണ് അന്നമൻ ദവാമാല ഖിറാഅത്തിഹ ആരെങ്കിലും സ്ഥിരമായത് കൊണ്ടു നടന്നാൽ തദ്മനു ലഹു ഖൈറു ദുനിയ വൽ ആഖിറ അവന് ദുനിയാവിലെ ആഖിറത്തിലെയും എല്ലാ ഖൈറും ഉണ്ടാവും. വമൻ ദക്കറഹ മറത്തേന് മിൻ ഫി സബാ ആരെങ്കിലും അത് രാവിലെ 2 പ്രാവശ്യം ചൊല്ലിയാൽ, വമറത്തേന് ഫിൽ മസാ വൈകുന്നേരം 2 പ്രാവശ്യം ചൊല്ലിയാൽ, ഉഫിറത് ലഹു ദംബുഹു അൽ കബായിറു വസ്സആയിർ അവൻ്റെ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുക്കും. ചെറുതെറ്റുകളും പുറത്തു കൊടുക്കും, വൻതെറ്റുകളും പുറത്തു കൊടുക്കും.
ബാലിയത്തൻ മാ ബലഅത്ത്, അത് എത്ര വലുതാണെങ്കിലും എത്ര എണ്ണത്തിൽ കൂടുതലാണെങ്കിലും ശരി, അള്ളാഹു രാവിലെ 2 വൈകുന്നേരം 2 ഓതിയാൽ മതി. അത് ഒരുപാടും ചൊല്ലാനില്ല, കുറച്ച് ചൊല്ലാനുള്ളൂ. നമുക്ക് എളുപ്പം പതിവാക്കാൻ പറ്റുന്ന ഒരു സലാത്താണത്. വലാ യഖാലഹു വഹ്മുൻ ഫി തൗഹീദ്, അതുപോലെ തന്നെ തൗഹീദിൻ്റെ വിഷയത്തിൽ, അള്ളാഹിൻ്റെ ഏകത്വത്തിൻ്റെ വിഷയത്തിൽ, മാരിഫത്തിൻ്റെ വിഷയത്തിൽ അവർക്കൊരു സംശയം ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ തൊട്ട് വിശ്വാസങ്ങളായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇതിനൊന്നിനെക്കുറിച്ച് ഒരു സംശയം അവനുണ്ടാവുകയില്ല. ഇതൊക്കെ ആ സ്വലാത്തിൻ്റെ മഹത്വത്തിൽപ്പെട്ടാണ്. പക്ഷേ ലാക്കിൻ ബി ഇതിന് സ്വഹീഹി മിൻഹു റളിയല്ലാഹു അൻഹു, പക്ഷേ ഇത് വെറുതെ ചൊല്ലിയാൽ ഇത് കിട്ടൂല. സയ്യിദ്നാ ശൈഖുൽ തങ്ങളുടെ അടുത്ത് നിന്ന് പ്രത്യേകമായ സമ്മതത്തോടു കൂടി ചെല്ലണം. ഔ മിമ്മൻ ഉദിനലഹു ഫി തൽഖീൻ, അല്ലെങ്കിൽ സയ്യിദ്നാ ശൈഖുൽ തങ്ങളിൽ നിന്ന് പകർന്നു നൽകാൻ സമ്മതം ലഭിച്ച ഒരു മുഖദ്ദമിൽ നിന്ന് ആയിരിക്കണം സമ്മതം സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ സലാത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട് മഹാനവറുകൾ. പിന്നെ ഇവിടെ ഹാദൽ കുത്തുബി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുത്തുബ് എന്ന് പറഞ്ഞ സയ്യിദ്നാ ശൈഖുൽ തങ്ങളിലേക്ക് പറയല്ലേ. അപ്പോൾ അവിടുത്തെ കുത്തുബാനിയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇനി ഇവിടെ വിശദീകരണം നൽകുന്നത്. വാമ്മ ഇഷാറത്തു ഇലാ ഷുഫൂഫി മർത്തബത്തിൽ കുത്തുബുൽ മഖ്തൂം ഹാത്തിമിൽ മുഹമ്മദിയൽ മഅലൂം മൗലാന അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് അത്തിജാനി റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ കുത്തുബുൽ മഖ്തൂം എന്ന ഖത്മുൽ വിലായ എന്നൊക്കെ പറയുന്ന വലിയ മഖാമിനെ കുറിച്ചുള്ള ഇഷാറത്ത്, ഫലാ യഖ്ലൂ മിൻഹു കിതാബുൻ മിൻ കുതുബി ത്വരീഖത്തിൻ്റെ ഒരു ഗ്രന്ഥവും അതിനെപ്പറ്റി പറയാതിരുന്നിട്ടില്ല. ലിഅന്ന ബിമശാബത്തിൻ നുഖാഇ അശ്ശൗഖി ലിജിസ്മിൽ ഹയ്യ്, ഒരു ജീവനുള്ള മനുഷ്യന് നട്ടൽ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ത്വരീഖത്തിൻ്റെ കിതാബുകളിലൊക്കെ സയ്യിദ്നാ ശൈഖ് തങ്ങളെ മഖാമിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഫഫീഹി കൗക്കബുൽ വഹാജ് ഈ തൗദീഹിൻ മിൻഹാജ്, കൗക്കബ് വഹാജ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അഹമ്മദ് സുക്കർജി തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ്. ചെറിയ കിതാബാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബാണ്. പക്ഷേ അത് നമ്മൾ അതിൻ്റെ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അത് പൂർത്തീകരിക്കാൻ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, തൈലീഫ് സയ്യിദി അഹമ്മദ് സുക്കർജി അയ്യാഷി റളിയല്ലാഹു അൻഹു, അഹമ്മദ് സുക്കർജി തങ്ങൾ എഴുതിയതാണ് കിതാബ്. മുഖ്ബിറൻ അൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഖാല റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അഖ്ബറനി സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ബി അന്നി അന കുതുബുൽ മഖ്തൂം മിൻഹു ഇലയ്യ മുഷാഫഹതൻ യഖലതൻ ലാ മനാമൻ, ബി അന്നി അന കുതുബുൽ മഖ്തൂം, അതായത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുതുബുൽ മഖ്തൂമാണെന്ന് എന്നോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മിൻഹു ഇലയ്യ മുഷാഫഹതൻ യഖലതൻ ലാ മനാമൻ, വിശ്വാസം അത് എന്നോട് നേരിട്ട് പറഞ്ഞതാ, മുഖതാവ് പറഞ്ഞതാ, ഉണർവിൽ ഉറക്കലൊന്നല്ല. അപ്പോൾ സയ്യിദ്നാ ശൈഖ് തങ്ങൾ കുതുബുൽ മഖ്തൂമാണെന്ന് വിശ്വാസങ്ങൾ പറഞ്ഞതാണ്. വഖീല ലഹു വമാ മഅന മഖ്തൂം, അപ്പോൾ സയ്യിദ്നാ ശൈഖ് തങ്ങളോട് ചോദിക്കപ്പെട്ടു, മാ മഅന മഖ്തൂം, ഈ മറക്കപ്പെട്ടത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫഖാല റളിയല്ലാഹു അൻഹു, അപ്പോൾ സയ്യിദ്നാ ശൈഖ് തങ്ങൾ പറഞ്ഞു, ഹുവല്ലദീ ഖതമഹുല്ലാഹു തആല അൻ ജമീഇ ഖൽഖിഹി, ഈ മറക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ നിന്ന് മുഴുവനായിട്ടും അള്ളാഹു മറച്ചതാണ്. അത്ത മലായികത്തി വന്നബിയീൻ, എത്രത്തോളം എന്നാൽ മലക്കുകൾക്ക് പോലും നബിമാർക്ക് പോലും ആ മക്കാമിനെ കുറിച്ച് അറിയില്ല. ഇല്ല സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. അപ്പോൾ ഈ കുതുബുൽ മഖ്തൂം എന്നുള്ള മക്കാമ് എല്ലാ മലക്കുകളിൽ നിന്നും നബിമാരിൽ നിന്നൊക്കെ അള്ളാഹ് മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മക്കാമാണ്, റസൂലുള്ളാഹികൾക്ക് മാത്രമേ അത് അറിയുള്ളൂ. ഫഇന്നഹു അലിമ ബിഹി വബിഹാലിഹി, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അതിനെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അറിയാം. ആ മക്കാം എന്താ? വഹുല്ലദീ ഹാദ മാ ഇൻദൽ ഔലിയാഹി മിനൽ കമാലാത്ത്, ആ മക്കാമിൻ്റെ പ്രത്യേകത, ആ മക്കാമുള്ള ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാ ഇൻദൽ ഔലിയാഹി മിൻ കമാലാത്ത്, ഔലിയാക്കന്മാരുടെ എല്ലാ പരിപൂർണതകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വഹ്തഹ അൽ ജമീഹ, അവരുടെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു മക്കാമാണ് ആ മക്കാമ്. ഇത് സയ്യിദ്നാ ശൈഖ് തങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ മക്കാമിനെ കുറിച്ച് സയ്യിദുൽ വജൂദ് സലാസങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല, മലായിക്കത്തിനും നബിമാർക്കും പോലും അറിയില്ല. അതാണ് കുതുബുൽ മഖ്തൂം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖാല റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, ഇന്നൽ കുതുബുൽ മഖ്തൂം, കുതുബുൽ മഖ്തൂം എന്ന് പറയുന്നത് ഹുവ വാസിതത്തുൻ ബൈന അൻബിയായ വൽ ഔലിയ, ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരുടെ ഇടയിലുള്ള ഒരു വാസിത്തയാണ്, ഒരു മധ്യവർത്തിയാണ് കുതുബുൽ മഖ്തൂം.
വക്കുല്ലു വലിയൻ ലില്ലാഹി തആല, എല്ലാ ഔലിയാക്കന്മാരും മൻ കബുറ ഷഅനുഹു വമൻ സഅറ, അവരെത്ര വലിയവരാവട്ടെ ചെറിയവരാവട്ടെ, ലാ യതലഖാ ഫൈദൻ മിൻ ഹദ്റത്ത് റബ്ബി, അത് ഹദ്റത്ത് നബി, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അമ്പിയാക്കന്മാരുടെ അടുത്ത് അവർക്ക് ഒരു ഫൈദും കിട്ടൂല, ഇല്ലാ ബിവാസിത്തത്തി റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളിലൂടെ അല്ലാതെ, മിൻ ഹൈസു ലാ യശ്ഉറു ബിഹി, പക്ഷെ അവർക്കത് അറിയണമെന്നില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നബിമാരുടെ അടുത്തുനിന്നും ഔലിയാക്കന്മാർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ വലിയിലൂടെ മാത്രമായിരിക്കും, പക്ഷെ അത് അവരറിയണമെന്നില്ല. വമദദുൽ ഖാസു മിൻഹു ബിഹി ഇന്നമാ യതലഖാഹു മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഈ വലിയന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നുള്ള പ്രത്യേകമായ ഒരു മദദ് ഉണ്ടാവും. അത് വലാ ഇത്തല അലി അഹദി മിനൽ അംബിയാ അലൈഹി സ്വലാത്തു വസ്സലാം, അമ്പിയാക്കന്മാർക്ക് പോലും അതിനെപ്പറ്റി അറിയില്ല. ഈ വലിയന് റസൂലുള്ളാഹിങ്ങൾ പ്രത്യേകമായൊരു മദദ് നൽകും, അത് അമ്പിയാക്കന്മാർക്ക് പോലും അറിയില്ല. അലാ ഫദ്ലിഹിൽ ഖാസ ബിഹി, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്. ലിഅന്നഹു ലഹു മശ്റബുൻ മാഹും മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അമ്പിയാക്കന്മാർ റസൂലുള്ളാഹിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ഈ വലിയനും അവിടെ പ്രത്യേകമായ സ്ഥാനമുണ്ട്, ഒരു മശ്റബുണ്ട്. അപ്പോൾ ആ മശ്റബുള്ളതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിങ്ങളുടെ അടുത്ത് നിന്ന് നേരിട്ട് അമ്പിയാക്കന്മാർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പോലെ ഈ വലിയനും സ്വീകരിക്കാൻ പറ്റും. ആ സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ അമ്പിയാക്കന്മാർക്ക് അറിയില്ല മൂപ്പര പ്രത്യേകതകൾ. എന്നാൽ ഈ വലിയിലൂടെ ആയിരിക്കും എല്ലാ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരിൽ നിന്ന് എന്തൊക്കെ നേടുന്നതൊക്കെ ഈ വലിയ മധ്യവർത്തത്തിലൂടെ ആയിരിക്കും. വഖാല റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, ലൈസ മർത്തബത്തുൻ കാമിലത്തുൻ മിൻ കുല്ലി വജ്ഹിൻ, എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ഒരു മർത്തബയില്ല. വസാഹിബുഹ മുഹീത്തത്തും ജമീൽ മറാത്തിബ്, എല്ലാ മർത്തബുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു മർത്തബയില്ല. ഇല്ലാ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വയ കുതുബുൽ മഖ്തൂം, കുതുബുൽ മഖ്തൂമിനും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹുക്കും കുതുബുൽ മഖ്തൂമിനും ഉള്ള മക്കാമല്ലാതെ വേറെ ആർക്കും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു മക്കാമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും എല്ലാ പരിപൂർണതകളെയും ഒരുമിച്ച് കൂട്ടിയ ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മർത്തബയിലും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ വിലായത്തിൽ അഹ്മദ് തിജാനി തങ്ങൾ എല്ലാ മർത്തബകളെയും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്, അവിടുന്ന് എല്ലാ സ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്, അവിടുന്ന് എല്ലാ ഔലിയാക്കന്മാർക്കും അവരുടെ എല്ലാ അവസ്ഥകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഫഹൈന്ന മർത്തബത്തുഹു ജാമിഅത്തുൻ വമുഹീതത്തുൻ ബിജമീൽ മറാത്തിബ്, കാരണം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ മർത്തബ അതായത് കുതുബുൽ മഖ്തൂമിന്റെ മർത്തബ അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാത്തിനെയും പൊതിയുന്നതുമാണ്. ഖാല റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, നിസ്ബത്തുൽ അഖ്താബി മഅൽ ഖുതുബുൽ മഖ്തൂം, അഖ്താബുകൾക്കും കുതുബുൽ മഖ്തൂമും തമ്മിലുള്ള ബന്ധം അവരുടെയുള്ള വ്യത്യാസം ഏതുപോലെയാണ്? കനിസ്ബത്തുൽ ആമ്മത്തി മഅൽ അഖ്താബ്, സാധാരണക്കാരും കുതുബുകളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ലിഅന്ന മഖാമുഹു ഫി ഐബിൽ ഗൈബ്, കാരണം ആ ഒരു കുതുബുൽ മഖ്തൂം എന്ന മഖാമ് ഏറ്റവും മറഞ്ഞതിൽ വെച്ച് മറഞ്ഞ ഒരു മഖാമാണ്. ലാ ഇൽമ ലഹു ബിഹിം, ഈ ഔലിയാക്കന്മാർക്ക് കുതുബുകൾക്കൊന്നും അതിനെപ്പറ്റി വലിയൊരു ധാരണയല്ല, വലിയല്ല, തീരെ ഒരു ധാരണയല്ല. ലാഫി ദുനിയാവ് ലാഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്കത് മനസ്സിലാവില്ല, ആ ഒരു മഖാമിന് മനസ്സിലാവില്ല. അതിനർത്ഥം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ആരും മനസ്സിലാക്കൂല, അറിയില്ല എന്നല്ല. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് ഒരു പ്രത്യേകമായ മഖാമുണ്ട്, ആ മഖാമിനെ കുറിച്ച് കുത്തുബുകൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. വഇന്നഹാ തദ്ഹറു മർതബ ഹാദിൽ ഖുതുബുൽ മഖ്തൂം ബൈന സആദത്തിൽ അഖ്താബി വഅലിഹിം, ഈ അഖ്താബിങ്ങൾക്കും മറ്റുള്ള ഔലിയാക്കന്മാർക്കും മുകളിൽ ഇങ്ങനെ ഒരു മഖാമിനെ അള്ളാഹു ഒളിവാക്കിയത് ലിഅന്നഹു ലഹു നിസ്ബത്തുൻ മിൻ ഹഖായിഖിൽ മുഹമ്മദിയ, ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ ആ വലിയന് പ്രത്യേകമായൊരു മഖാമുള്ളത് കൊണ്ടാണ്. വഖദ് ഖഫിയ അംറുഹ ഫലാ യഅലമുഹ ഇല്ലല്ലാഹു തആല, അതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു മറച്ചു വെച്ചിട്ടാണ്, അത് ആർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആലക്കല്ലാതെ. വകമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞതുപോലെ ലാ യഅരിഫുനി ഹഖീഖത്തൻ ഐറു റബ്ബി, എൻ്റെ യാഥാർത്ഥ്യം അത് എൻ്റെ റബ്ബിനല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്ന് റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനർത്ഥം റസൂലുള്ളാഹിങ്ങൾ ആർക്കും അറിയില്ല എന്നാണോ? റസൂലുള്ളാഹിങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷേ റസൂലുള്ളാഹിങ്ങൾക്ക് ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യമുണ്ട് തൻ്റെ റബ്ബിൻ്റെ അടുത്ത്, അത് റബ്ബിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഫഖദാലിക ആദൽ കുതുബുൽ മഖ്തൂം, അതുപോലെ തന്നെയാണ് കുതുബുൽ മഖ്തൂമിൻ്റെ കാര്യവും. ലാ യഅലമു ഹഖീഖത്തുഹു ഇല്ലല്ലാഹു തആല വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഖാമ് എത്തിച്ച സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ മഖാമ് അള്ളാഹ്ക്കും ശ്വാസങ്ങൾക്കും അല്ലാതെ വസാഹിബുഹ, അതിൻ്റെ ഉടമക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല.
വഹാദ മഅനൽ ഖത്മിയ്യത്ത് ഫിൽ ജുംലത്തി, ഇതാണ് ഖത്മിയ്യത്തിൻ്റെ പൊതുവിൽ മൊത്തത്തിൽ പറഞ്ഞ ഖത്മിയ്യത്ത് പറഞ്ഞ ഇതാ. ഇത് റസൂലുള്ളാഹിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു മക്കാമുള്ളതുപോലെ അഹമ്മദ് തിജാൻ തങ്ങൾക്ക് അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും മാത്രം അറിയുന്ന ഒരു കാര്യം അഹമ്മദ് തിജാൻ തങ്ങളെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഒരു കുത്തുബുൽ മഖ്തൂം, മറക്കപ്പെട്ട കുത്തുബാണ് എന്ന് പറയുന്നത്. അവരുടെ ആ മക്കാമ് വേറൊരു കുത്തുബിനും അറിയില്ല, അങ്ങനെ ഒരു മക്കാമുണ്ടെന്നും അവരതിനെ ആഗ്രഹിച്ചിട്ടുമില്ല. എല്ലാവരും ആഗ്രഹിച്ചത് ഖത്മുൽ ഔലിയ ആവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ ഔലിയാക്കന്മാരെ മുകളിലൊരു ദർജ ഉണ്ട്, ആ ദർജ ആവണം എന്ന് പല ആൾക്കാരും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മറക്കപ്പെട്ട സ്ഥാനം അത് ഖത്മിയ്യത്തല്ല, അത് ഔലിയാക്കന്മാരെ മുകളിലുള്ള ഒരു ദർജ മാത്രമല്ല, അത് അള്ളാഹുക്കും റസൂലുള്ളാഹിക്കും മാത്രം അറിയുന്ന റസൂലുള്ളാഹി പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ മക്കാം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ അള്ളാഹുക്കും റസൂലുള്ളാഹിക്ക് മാത്രം അറിയുന്ന ഒരു ദർജ ഉണ്ട്, അത് അഹമ്മദ് തിജാൻ തങ്ങൾക്ക് നൽകിപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ആർക്കും ഒരാഗ്രഹവും ഉണ്ടായിട്ടില്ല. ഔലിയാക്കന്മാർക്ക് അറിയില്ല അങ്ങനെ ഒരു ദർജ ഉണ്ട് എന്നുള്ളത്. അതാണ് ആ മഹാനവകളുടെ മക്കാം. ആ ഖത്മിയ്യത്തിൻ്റെ മക്കാം എത്തിച്ച മാസമാണ് നമ്മളെ ഈ സഫർ മാസം. നമ്മളത് നമ്മളെ ദാവികളിലും നമ്മൾ ഓരോരുത്തരും അത് ആഘോഷിച്ചതാണ്. പക്ഷെ അത് ആഘോഷിച്ചതിൻ്റെയും മഹാനവകൾ ആ ഒരു മക്കാം എത്തിച്ചതിനെ നമ്മൾ ആദരിച്ചതിൻ്റെയും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ഒക്കെ മദത് കൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക് ഇതിലൊക്കെ ഈ മാർഗത്തിൽ ഇസ്തിഖാമത്ത് നൽകട്ടെ, ഇത് നിലനിൽക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളെ ഏറ്റവും താഴ്ന്ന മുരീദാണ് ആയിട്ടാണെങ്കിൽ പോലും അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ. പരലോകത്ത് ഏറ്റവും ഉന്നതമായ ദർജയിൽ റസൂലുള്ളാഹികളെ ചാരങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ നമ്മളെ കുറവുകൾ കൊണ്ട് അള്ളാഹു നമ്മളെ നോക്കാതിരിക്കട്ടെ. അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട് അള്ളാഹു നമ്മളെ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ.